ഹലോ എവരിവൺ, എല്ലാവർക്കും ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് KW ഗ്രേഡ് 3 പ്രകാരമുള്ള സിലബസിലെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആൻഡ് ഓട്ടോക്യാഡ് രണ്ട് ഭാഗമാണ്. സോ ഈ ഒരു ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, ഇതിൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് തന്നെ 10 മാർക്കാണ് വെയിറ്റേജ് ആൻഡ് ഓട്ടോക്യാഡ് 8 മാർക്കാണ്. അപ്പൊ ഇത് രണ്ടുകൂടി കമ്പൈൻഡ് ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റ്യൻസ് നോക്കുക, അതിനുശേഷം ആൻസർ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഡെസിഗ്നേഷൻ ഓഫ് B2 ഡ്രോയിങ് ബോർഡ് is B2 ഡ്രോയിങ് ബോർഡിന്റെ ഡെസിഗ്നേഷൻ ഏതാണ്? ഓക്കെ, ഇതൊക്കെ നമ്മുടെ കോമൺ ക്വസ്റ്റ്യൻ ആണ്. ഡ്രോയിങ് ബോർഡ് അല്ലെങ്കിൽ ഡ്രോയിങ് ഷീറ്റ് ആണ് എപ്പോഴും ചോദിക്കുന്നത്, അല്ലെ? T സ്ക്വയറും ചോദിക്കാറുണ്ട്. സോ B2 ഡ്രോയിങ് ബോർഡിന്റെ സൈസുകൾ ഏതാണ് എന്നാണ് ചോദ്യം. 700x500x15, 1000x500x15, 500x350x15, 1000x700x15 മില്ലിമീറ്റർ. ആൻസർ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. നമ്മുടെ ഡ്രോയിങ് ബോർഡുകളുടെ സൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ആലോചിക്കുക, സ്റ്റാർട്ട് ചെയ്യുന്നത് B0 സ്റ്റാർട്ട് ചെയ്യുന്നത്. B0, B1, B2, B3 അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ D0, D1, D2, D3 ആണ് ഡ്രോയിങ് ഷീറ്റ് അല്ലെ കറസ്പോണ്ടിങ്. അപ്പോൾ ആൻസർ നല്ല രീതിയിൽ ആലോചിച്ചിട്ട് പറയുക. ഞാൻ ജസ്റ്റ് ടേബിൾ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഡെസിഗ്നേഷൻ. B0 മുതൽ B3, B4 ഒക്കെ ഉണ്ട് അല്ലെ. B4ന്റെ ആവശ്യമില്ല, കാരണം എന്താ, A4 സൈസ് ഷീറ്റ്, അതായത് B0ക്ക് കറസ്പോണ്ടിങ് നമ്മൾ ഉപയോഗിക്കുന്ന ഷീറ്റ് A0, B1ന് കറസ്പോണ്ടിങ് A1, B2ന് കറസ്പോണ്ടിങ് A2. ഈ ഒരു നമ്പർ കൂടുന്ന അനുസരിച്ചിട്ട് സൈസ് കുറഞ്ഞു വരും അല്ലെ. ഇത് A3. A4 സൈസ് നമുക്കറിയാം, നമ്മൾ സാധാ യൂസ് ചെയ്യുന്നത്, അതിന് ബോർഡിന്റെ ആവശ്യമുണ്ടോ അല്ലെ. നമ്മൾ B4 സാധാരണ പറയാറില്ല. സോ B3 വരെയാണ് പറയാറുള്ളത്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ B2 ആണ്. B2 ഡ്രോയിങ് ബോർഡ് എന്ന് പറയുമ്പോൾ 700x, ഓർഡറിൽ പഠിച്ചാൽ മതി, 1500, 1000, 700, 500. ഓക്കെ, ഇത് 1000 ആണ് കേട്ടോ. സോ നമ്മുടെ ആൻസർ വരുന്നത് 700x500x15 മില്ലിമീറ്റർ ആണ് സൈസ് വരുന്നത്. ഓക്കെ, മറന്നു പോകരുത്, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് പാർട്ട് ഓഫ് എ T square is placed adjoining the working edge of the board and is made to slide? അതായത് നമ്മുടെ ഡ്രോയിങ് ബോർഡിൽ T സ്ക്വയറിന്റെ ഏത് പാർട്ടാണ്, ഏത് സൈഡില് ഡ്രോയിങ് ബോർഡിന്റെ വർക്കിംഗ് എഡ്ജിൽ വെക്കുന്നത് T സ്ക്വയറിന്റെ ഏത് പാർട്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. ബ്ലേഡ്, വർക്കിംഗ് എഡ്ജ്, എബോണി എഡ്ജ്, സ്റ്റോക്ക്. ഓക്കെ, ഈ 2025 നടന്ന ഒരു എക്സാമിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത് കേട്ടോ. ഓക്കെ, ആൻസർ ഒരാൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നല്ലപോലെ ആലോചിക്കുക. വിച്ച് പാർട്ട് ഓഫ് എ T സ്ക്വയർ ഈസ് പ്ലേസ്ഡ് അഡ്ജോയിനിങ് എന്നാണ്. T സ്ക്വയറിന്റെ പാർട്ടാണ്. എബോണി എഡ്ജ് T സ്ക്വയറിന്റെ പാർട്ടല്ല. വർക്കിംഗ് എഡ്ജ് ഓഫ് എ ഡ്രോയിങ് ബോർഡിനെ വിളിക്കുന്ന പേരാണ് എബോണി എഡ്ജ് എന്ന് പറയുന്നത്. എപ്പോഴും ഓർക്കണം കേട്ടോ. ഒരു ഡ്രോയിങ് ബോർഡിന്റെ വർക്കിംഗ് എഡ്ജിനെ വിളിക്കുന്ന പേരാണ് എബോണി എഡ്ജ്. T സ്ക്വയറിൻ്റെത് എബോണി എഡ്ജ് എന്ന് വിളിക്കില്ല കേട്ടോ. അപ്പൊ T സ്ക്വയറിന് ആകെ 2 പാർട്ടുകൾ എന്നുള്ളത്, ഒന്ന് ബ്ലേഡും ഒന്ന് സ്റ്റോക്ക്. ആ ബ്ലേഡിന്റെ ഭാഗമാണ് വർക്കിംഗ് എഡ്ജ് ആയിട്ട്. അതായത് ഇപ്പൊ അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ പാർട്ട് ഏതാണ്, വെർട്ടിക്കൽ പാർട്ട് ഏതാണ്, അങ്ങനെയും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ വർക്കിംഗ് എഡ്ജ് നോക്കിയേ, ഇതാണ് അല്ലെ. സ്റ്റോക്ക് വെർട്ടിക്കല്, ബ്ലേഡ് ഹൊറിസോണ്ടല്. സോ നമ്മൾ ഡ്രോയിങ് ബോർഡിന് അഡ്ജസന്റ് ആയിട്ട് വെക്കുന്നത് സ്റ്റോക്ക് ആണ്, എപ്പോഴും ഓർക്കുക കേട്ടോ. ഓക്കെ, സ്റ്റോക്ക് ആണ് ഡ്രോയിങ് ബോർഡിന്റെ വർക്കിംഗ് എഡ്ജുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് വെക്കുന്ന ഭാഗം സ്റ്റോക്ക് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ടൈറ്റിൽ ബ്ലോക്ക് ഓഫ് എ ഡ്രോയിങ് ഈസ് ഡ്രോൺ അറ്റ് ദി ഡാഷ് ഓഫ് ദി ഡ്രോയിങ് ഷീറ്റ്. ഡ്രോയിങ് ഷീറ്റിന്റെ എവിടെയാണ് ടൈറ്റിൽ ബ്ലോക്ക്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഡ്രോയിങ് ബോർഡിന്റെ ഏത് ഭാഗത്താണ് ടൈറ്റിൽ ബ്ലോക്ക്? എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ, നമ്മളെല്ലാവരും ഡ്രോയിങ് ഷീറ്റ് വരച്ചിട്ടുള്ളവരാണ് അല്ലെ. എല്ലാവരും വരച്ചിട്ടുള്ളവരാണ്. എഞ്ചിനീയറിംഗ് ഡ്രോയിങ് പഠിക്കുന്നവരെല്ലാവരും ഡ്രോയിങ് ഷീറ്റ് വരച്ച് പഠിച്ചിട്ടുള്ളവരാണ്. സോ ഇതെല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ടൈറ്റിൽ ബ്ലോക്ക് വരുന്നത്, അതെ, കറക്റ്റ് ആൻസർ ആണ് എല്ലാവരും പറഞ്ഞത്. റൈറ്റ് ബോട്ടം, ചുമ്മാ റൈറ്റ് ബോട്ടം അല്ല, റൈറ്റ് ബോട്ടം കോർണർ ആണ് അല്ലെ. ബോട്ടം റൈറ്റ് കോർണറിലാണ് ടൈറ്റിൽ ബ്ലോക്ക് വരുന്നത്. സോ ആൻസർ എല്ലാവരും പറഞ്ഞ കറക്റ്റ് ആണ്, റൈറ്റ് ബോട്ടം. അടുത്ത ക്വസ്റ്റ്യൻ ഈ രീതിയിലാണ് വരുന്നത്. ഇത് ഡ്രോയിങ് ഏരിയ. ഓക്കെ, ഇത് ഡ്രോയിങ് ഏരിയ ആണ്, ഇതാണ് ടൈറ്റിൽ ബ്ലോക്ക് അല്ലെ. ടൈറ്റിൽ ബ്ലോക്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സൈസിന്റെ ഇത്രയും വിഡ്ത്ത് 2 സെന്റിമീറ്റർ, ഇത് 1 സെന്റിമീറ്റർ, ഇതൊക്കെ ഓർത്തിരിക്കണം കേട്ടോ. ബാക്കി എല്ലാ ഭാഗവും 1 സെന്റിമീറ്റർ ആണ്. ഇത് 2 സെന്റിമീറ്റർ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഈ 2 സെന്റിമീറ്റർ ഇവിടെ കൊടുക്കുന്നത് നമ്മൾ മെയിൻ ആയിട്ടും A0 ഡ്രോയിങ് ഷീറ്റിനും A1 ഡ്രോയിങ് ഷീറ്റിനുമാണ്.
ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ 2 സെന്റിമീറ്റർ മാർജിനും ബാക്കി എല്ലായിടവും 1 സെന്റിമീറ്ററും കൊടുക്കുന്നത്. ഇനി A2 മുതൽ ഉള്ള A2, A3, A4 എല്ലാ സൈഡിലും 1 സെന്റിമീറ്റർ വീതമാണ് കൊടുക്കുന്നത് കേട്ടോ. അതുകൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഇത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. A0, A1 എന്ന് പറയുമ്പോൾ വലിയ ഷീറ്റുകളാണ്, അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ സ്ഥലം മാർജിന് വേണ്ടി കൊടുക്കുന്നു എന്ന് ഓർത്തിരിക്കുക. ബാക്കി എല്ലാത്തിനും കംപ്ലീറ്റ് 4 സൈഡിലും 1 സെന്റിമീറ്റർ വീതമാണ് കൊടുക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ലൈൻ കണക്ട് എ നോട്ട് വിത്ത് എ ഫീച്ചർ ഇൻ ആൻ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്? ഒരു എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിലെ ഒരു ഫീച്ചറിലേക്ക്, ഒരു ഫീച്ചറിനെ ജസ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലൈൻ ഏതാണ്? സെക്ഷൻ ലൈൻ, കട്ടിംഗ് പ്ലെയിൻ ലൈൻ, ലീഡർ ലൈൻ, എക്സ്റ്റൻഷൻ ലൈൻ. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനും കൂടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, ആൻസർ എല്ലാവരും നല്ല രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. നല്ല റെസ്പോൺസ് ഉണ്ട്. എല്ലാവരും നല്ല രീതിക്ക് തന്നെ എല്ലാ സബ്ജക്റ്റുകളും സിവിൽ പോലെ തന്നെ മെക്കാനിക്കലും കൂടി കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്തൊക്കെ പഠിക്കുക എല്ലാവരും കേട്ടോ. രണ്ടും ഒരുപോലെ തന്നെ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. സോ ആൻസർ കറക്റ്റ് ആണ് എല്ലാവരും പറഞ്ഞത്. ലീഡർ ലൈൻ ആണ് അല്ലെ? ഇതുപോലെ അല്ലെ? ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ബെൻഡ് ആക്കി കൊടുക്കുന്നതാണ് ലീഡർ ലൈൻ എന്ന് പറയുന്നത് അല്ലെ? അപ്പോ ആൻസർ വരുന്നത് ലീഡർ ലൈൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ഡ്രോയിങ്സ് ദ ലോവർ കേസ് ലെറ്റേഴ്സ് ആർ യൂഷ്വലി യൂസ്ഡ്? ഇതും നമ്മുടെ 2025 നടന്ന ഒരു എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ഡ്രോയിങ്സ് ലോവർ കേസ് ലെറ്റേഴ്സ് ആർ യൂഷ്വലി യൂസ്ഡ്? ലോവർ കേസ് ലെറ്റേഴ്സ് മാത്രം ഉപയോഗിക്കുന്ന ഡ്രോയിങ് ഏത് ടൈപ്പ്? ഫാങ്ഷൻ ഡ്രോയിങ്സ്, സർവീസ് ഡ്രോയിങ്, ആർക്കിടെക്ചറൽ ഡ്രോയിങ്സ്, ലൊക്കേഷൻ ഡ്രോയിങ്സ്. ഓക്കെ, കമന്റ് ചെയ്തത് കറക്റ്റ് ആയിട്ടാണ്. ആർക്കിടെക്ചറൽ ഡ്രോയിങ്സ് ആണ്. ഇതിന് മുന്നേ നമ്മുടെ I+ന്റെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനിലും ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ആർക്കിടെക്ചറൽ ഡ്രോയിങ്സിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ? ലോവർ കേസ് ലെറ്റേഴ്സ് ഉപയോഗിക്കുന്നത് ആർക്കിടെക്ചറൽ ഡ്രോയിങ്സിലാണ്. ബാക്കി ഇതിൽ പറഞ്ഞിരിക്കുന്നതിലൊക്കെ നമുക്ക് ക്യാപിറ്റൽ ലെറ്റേഴ്സും യൂസ് ചെയ്യാം, പക്ഷെ ആർക്കിടെക്ചറൽ ഡ്രോയിങ്സ് ലോവർ കേസ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യാറ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി width of arrowhead in a dimension line compared to its length? ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ പല രീതിയിൽ റേഷ്യോ വെച്ചിട്ട് ചോദിക്കാറുണ്ട്, എത്ര ടൈംസ് ആണെന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇത് തന്നെ നമ്മുടെ നടക്കുന്ന എല്ലാ പരീക്ഷകളിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുമാണ്. നമ്മുടെ ആരോ ഹെഡിന്റെ വിഡ്ത്തും ലെങ്ത്തും തമ്മിലുള്ള റേഷ്യോ, അല്ലെങ്കിൽ വാട്ട് ഈസ് ദി വിഡ്ത്ത് ഓഫ് ആരോ ഹെഡ് ഇൻ എ ഡയമെൻഷൻ ലൈൻ കമ്പയർഡ് ടു ഇറ്റ്സ് ലെങ്ത്? 1/3 ഓഫ് ലെങ്ത്, 1/2 ഓഫ് ലെങ്ത്, 1/4 ഓഫ് ലെങ്ത്, 1/6 ഓഫ് ലെങ്ത്. ഓക്കെ, ആൻസർ എല്ലാവരും കറക്റ്റ് ആണ് പറഞ്ഞേക്കുന്നത്. 1/3 ഓഫ് ലെങ്ത് ആണ് അല്ലെ? ഇതാണ് ആരോ എങ്കിൽ, വിഡ്ത്ത് 1 ആണെങ്കിൽ ഡെപ്ത് അതിന്റെ ലെങ്ത് അതിന്റെ 3 ഇരട്ടിയായിരിക്കും അല്ലെ? അപ്പൊ 1/3 ഓഫ് ലെങ്ത് ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് സ്കെയിൽ ഈസ് യൂസ്ഡ് ടു റെപ്രസെന്റ് ദി സെയിം റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ ബട്ട് ഗ്രാജുവേറ്റഡ് ടു റീഡ് ഡിഫറെന്റ് യൂണിറ്റ്സ്? ഡിഫറെന്റ് യൂണിറ്റുകളെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്കെയിലുകളെ. സ്കെയിൽ പല ടൈപ്പ് ഉണ്ട്. ഒന്ന് പ്ലെയിൻ സ്കെയിൽ ഉണ്ട് അല്ലെ? 2 ഡയഗണൽ സ്കെയിൽ ഉണ്ട്, 3 കമ്പാരിറ്റീവ് സ്കെയിൽ ഉണ്ട്, വെർനിയർ സ്കെയിൽ ഉണ്ട് അല്ലെ? സ്കെയിൽ ഓഫ് തോട്ട്സ് ഉണ്ട്. ഇങ്ങനെ പല ടൈപ്പ് ഓഫ് സ്കെയിലുകളുണ്ട്. പ്ലെയിൻ സ്കെയിൽ ആണെങ്കിൽ 2 യൂണിറ്റുകളെ റെപ്രസെന്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ മീറ്ററും സെന്റിമീറ്ററും. ഇനി കമ്പാരിറ്റീവ് സ്കെയിൽ അവിടെ നിൽക്കട്ടെ. ഡയഗണൽ സ്കെയിൽ ആണെങ്കിൽ പ്ലെയിൻ സ്കെയിലിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഒരെണ്ണം കൂടി വന്നു. ടോട്ടൽ 3 യൂണിറ്റുകളെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു മെയിൻ യൂണിറ്റും അതിന്റെ 2 ഫ്രാക്ഷൻസും. അങ്ങനെയും ചോദിക്കാറുണ്ട് കേട്ടോ. 1 മെയിൻ യൂണിറ്റ് ആൻഡ് അതിന്റെ സബ് ഡിവിഷൻസ്, 2 സബ് ഡിവിഷൻസ്, അങ്ങനെ ചോദിക്കാറുണ്ട്. ഇനി വെർനിയർ സ്കെയിൽ എന്തിനാ? ഫ്രാക്ഷണൽ പാർട്സ്, ഫ്രാക്ഷൻസ് ആയിട്ട് 0.1 അങ്ങനെയൊക്കെ ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഫ്രാക്ഷണൽ പാർട്സിനെ റെപ്രസെന്റ് ചെയ്യാനാണ് വെർനിയർ സ്കെയിൽ ഉപയോഗിക്കുന്നത്. അടുത്തത് കമ്പാരിറ്റീവ് സ്കെയിൽ എന്താണ്? കമ്പാരിറ്റീവ് ഡിഫറെന്റ് ആണ് അല്ലെ? ഡിഫറെന്റ്. സോ ഡിഫറെന്റ് യൂണിറ്റ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്കെയിലാണ് കമ്പാരിറ്റീവ് സ്കെയിൽ എന്ന് പറയുന്നത്. ആൻസർ കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ദി റൈറ്റ് സൈഡ് വ്യൂ ഈസ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് സൈഡ് ഓഫ് ഡ്രോയിങ്. ഡ്രോയിങ്ങിന്റെ ഏത് സൈഡിലാണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ റൈറ്റ് സൈഡ് വ്യൂ പ്ലേസ് ചെയ്യുന്നത്? നമ്മൾ വരയ്ക്കുന്ന പ്ലാനും എലിവേഷനും സെക്ഷനും എല്ലാം ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണ്. എല്ലാവർക്കും അറിയാലോ, ഇന്ത്യയിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സിസ്റ്റം ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ സിസ്റ്റം ആണ്. അപ്പൊ അതിൽ തന്നെ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പ്രത്യേകിച്ച് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തന്നെ ഒരു പ്ലാനും എലിവേഷനും നമ്മൾ ആദ്യം വരയ്ക്കും. ആദ്യം പ്ലാൻ വരയ്ക്കുന്നു, പിന്നെ എലിവേഷൻ വരയ്ക്കുന്നു, എന്നിട്ട് നമ്മൾ പ്ലാൻ കട്ട് ചെയ്യുന്നു അല്ലെ? കട്ട് ചെയ്യുന്നത് ലെഫ്റ്റിലേക്കാണ് നോക്കുന്നതെങ്കിൽ നമ്മൾ എവിടെ വരയ്ക്കും? നമ്മൾ സെക്ഷൻ എവിടെ വരയ്ക്കുന്നത്? ആലോചിച്ചിട്ട് പറഞ്ഞേ. നമ്മൾ പ്ലാനും എലിവേഷനും വരയ്ക്കുമ്പോ ലെഫ്റ്റിലേക്ക്, അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ എങ്ങനെ കാണിക്കാം. ഇതാണ് നമ്മുടെ പ്ലാൻ എന്ന് സങ്കല്പിക്കുക കേട്ടോ. ഇതിപ്പോ ഞാൻ ഒരു വീടിന്റെ പ്ലാൻ വരച്ചു. ഇത് അതിന്റെ എലിവേഷൻ ആണെന്ന് സങ്കല്പിക്കുക.
ഓക്കെ, ആ വീടിന്റെ എലിവേഷൻ നമ്മളിങ്ങനെയാണല്ലോ അല്ലെ ഒരു പടം വരച്ചു തുടങ്ങുന്നത് അല്ലെ, സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട്. ഇത് പ്ലാൻ ആണ്, ഇതിന്റെ എലിവേഷൻ ആണ്. ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ, അതായത് ഇതിനെ കട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണല്ലോ നമ്മൾ സെക്ഷൻ കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്തിട്ട് നമ്മൾ നോക്കുന്നു എന്ന് കാണിക്കാൻ ഒരു ആരോ കൊടുക്കും. നിങ്ങൾ എല്ലാവരും ഇതൊക്കെ വരച്ചിട്ടുണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഒരു ആരോ ഇങ്ങോട്ട് കൊടുക്കും കേട്ടോ, അല്ലെങ്കിൽ ജസ്റ്റ് കണ്ടിട്ടുണ്ടായിരിക്കും. നമുക്കിപ്പം ബിൽഡിങ്ങിന്റെ ഡ്രോയിങ് മാത്രമല്ല, നമ്മുടെ മെക്കാനിക്കൽ ഡ്രോയിങ് ആയാലും എന്തുമായാലും ശരി, നമ്മൾ സെക്ഷൻ എടുക്കുവാണെങ്കിൽ ഇങ്ങോട്ടാണ് ഞാൻ നോക്കുന്നതെങ്കിൽ ഈ സെക്ഷൻ ഞാൻ എവിടാ വരയ്ക്കുന്നത്, ഇവിടുന്ന് ഇങ്ങോട്ടാ വരയ്ക്കുന്നത് കേട്ടോ. ഇങ്ങനെയാ ഞാൻ വരയ്ക്കുന്നത്, മീൻസ് ലെഫ്റ്റിലേക്കാണ് ഞാൻ നോക്കുന്നത്. ലെഫ്റ്റിലേക്ക് നോക്കുന്നു, പക്ഷെ അത് വരയ്ക്കുന്ന ഏത് ഭാഗത്താ, റൈറ്റിലാണ് വരയ്ക്കുന്നത് കേട്ടോ. സോ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ എന്താണ്, ലെഫ്റ്റിലേക്കാണ് നോക്കുന്നെങ്കിൽ റൈറ്റിൽ വരയ്ക്കും. അപ്പൊ റൈറ്റിലേക്കാണ് നോക്കുന്നെങ്കിലോ ലെഫ്റ്റിലാണ്. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടല്ലോ. ലെഫ്റ്റിലേക്ക് നോക്കുവാണെങ്കിൽ റൈറ്റിൽ വരയ്ക്കുന്നു, റൈറ്റിലേക്ക് നോക്കുവാണെങ്കിൽ, റൈറ്റിലേക്ക് ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ അത് ഇപ്പുറത്തെ സൈഡ് ലെഫ്റ്റ് വരയ്ക്കും. പറയുന്നത് മനസ്സിലാണല്ലോ. അതായത് ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് ആംഗിൾ സിസ്റ്റത്തിൽ ലെഫ്റ്റ് സൈഡ് വ്യൂ റൈറ്റ് സൈഡിൽ വരയ്ക്കും, റൈറ്റ് സൈഡ് വ്യൂ എവിടെ വരയ്ക്കും, ലെഫ്റ്റ് സൈഡിൽ വരയ്ക്കും. ഇങ്ങനെ തിരിച്ചു വരും. പക്ഷെ തേർഡ് ആംഗിൾ സിസ്റ്റം ആണെങ്കിലോ ലെഫ്റ്റ് സൈഡ് വ്യൂ ലെഫ്റ്റിൽ തന്നെയും റൈറ്റ് സൈഡ് വ്യൂ റൈറ്റിൽ തന്നെയും ആയിരിക്കും വരയ്ക്കും കേട്ടോ. നമ്മുടെ സിസ്റ്റത്തിൽ തിരിച്ച്, അങ്ങനെ ഓർക്കുക, നമ്മുടെ സിസ്റ്റത്തിൽ തിരിച്ചാണ് വരയ്ക്കുന്നത്. സോ ആൻസർ കറക്റ്റ് ആണ് കമന്റ് ചെയ്തത്. റൈറ്റ് സൈഡ് വ്യൂ ആണെങ്കിൽ അത് വരയ്ക്കുന്നത് ലെഫ്റ്റ് സൈഡിലായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which is the shortcut keyboard command of Quick Calculation AutoCAD? Which is the shortcut keyboard command of Quick Calculation? Quick Calculation വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് ഏതാണ്? Ctrl+Shift+8, Ctrl+7, Ctrl+Alt+8, Ctrl+8. ഈ Ctrl+0 മുതൽ Ctrl+9 വരെയുള്ള കമാൻഡുകൾ ഒന്ന് ഓർത്തിരിക്കണം. കാരണം ഇപ്പോഴത്തെ പരീക്ഷകൾക്കൊക്കെ അത് ചോദിക്കാറുണ്ട് കേട്ടോ. അതായത് Ctrl+0, Ctrl+1, Ctrl+2, ഇത് ഇങ്ങനെ 9 വരെ. ഓക്കെ, 9 വരെ ചോദിക്കാറുണ്ട്. അത്രയും ഒന്ന് പഠിച്ചു വെക്കണം. കാരണം ഇപ്പോഴത്തെ റീസെന്റ് ആയിട്ട് നടന്ന പരീക്ഷകൾക്കൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ ഇതൊന്നും നോക്കത്തില്ല. നമ്മൾ Ctrl+N അല്ലെ, Ctrl+S എന്താണ്, Ctrl+ എന്താണ്, P എന്താണ്, ഇങ്ങനെ അക്ഷരങ്ങൾ ലെറ്റേഴ്സ് വെച്ചിട്ടുള്ളതാണ് പഠിച്ചു വെക്കാറുള്ളത്. പക്ഷെ ഈ നമ്പേഴ്സ് വെച്ചിട്ടുള്ളതും കൂടെ പഠിച്ചു വെക്കാം. ആ ഒരു ടേബിൾ, ഈ ഒരു സംഭവം കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അതൊക്കെ നിമിയുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ഞാൻ കോപ്പി ചെയ്ത് വെച്ചേക്കുന്നത്. അതെല്ലാം അതിൽ ഉള്ള കാര്യങ്ങൾ തന്നെയാണ്, ഒന്നുമില്ല അഡീഷണൽ ആയിട്ടുള്ളത്. നോക്കുക, Ctrl+, നിമി ഫുള്ള് നോക്കിയാന്ന് വെച്ചാല് നിമി ഫുള്ളിൽ ഒരുപാട് ഉണ്ട്. നിമിയിൽ ഒത്തിരി ഉണ്ട്, അറിയാമല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. കുറെ കാര്യങ്ങളുണ്ട്. നിമി ഫുള്ള് നമുക്ക് നോക്കി തീരത്തില്ലല്ലോ. പക്ഷെ നിമി ഫുള്ള് നോക്കിയാൽ മതി. പക്ഷെ നമ്മൾ അത്രയും നമുക്ക് നോക്കിയാൽ ഒരു സമയമില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ക്വസ്റ്റ്യൻ മീൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടി നോക്കുക. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും എന്തൊക്കെ സംഭവങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ. ഇപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ക്വിക്ക് കാൽക്കുലേഷൻ ആയിരിക്കത്തില്ല അടുത്ത പരീക്ഷയ്ക്ക് വരുന്നത് അല്ലെ, ഇതായിരിക്കത്തില്ല. പക്ഷെ ഇതിൽ നേരെങ്കിലും ആവാം, നമുക്ക് അങ്ങനെ പറയാലോ അല്ലെ. അപ്പം എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം എന്ന് നമുക്ക് കിട്ടും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ രാഹുൽ? അപ്പൊ നിമി ഫുള്ള് നോക്കിയാൽ മതി. പക്ഷെ നമുക്ക് അത്രയും നോക്കാനുള്ളൊരു സമയമില്ല. പിന്നെ നമുക്ക് മെയിനായിട്ടും അതിൽ കൊടുത്തിരിക്കുന്ന ഒരു രീതി എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് തോന്നുന്ന രീതിയിലല്ല. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ കുറ്റമായിട്ട് പറയുന്നതല്ല അല്ലെ. നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണ്. നമുക്ക് പെട്ടെന്ന് മടുപ്പ് തോന്നുന്ന രീതിയിലാണ് ഓരോ ചാപ്റ്റേഴ്സ് കൊടുത്തേക്കുന്നത് അല്ലെ. അപ്പൊ അതാണ് പറയുന്നത്, നമ്മൾ ഇപ്പൊ ഒരു എക്സാം വരുന്ന അതിന് വേണ്ടിയിട്ട് കുറച്ച് നാൾ പഠിക്കുന്നത് അങ്ങനല്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നോക്കിക്കൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് അതിന്റെ ഒരു ഫലം കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ മാക്സിമം കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, അത് റിലേറ്റഡ് ഉള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ആൻസർ എന്ത് വരും നോക്കി ഓരോന്നുണ്ട്. ഇത് 0 ആണെങ്കിൽ ക്ലീൻ സ്ക്രീൻ. 0 എന്ന് പറയുമ്പോൾ എന്താ, ഒന്നുമില്ല എന്നല്ലേ മീനിങ്. അപ്പൊ ക്ലീൻ ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് ഓരോ കാര്യങ്ങള് നമുക്ക് ഓരോ ടിപ്പ് വെച്ച് പഠിക്കാൻ പറ്റും കേട്ടോ. പിന്നെ Ctrl+1 പ്രോപ്പർട്ടി, Ctrl+2 ഡിസൈൻ സെന്റർ. ഈ പലറ്റ് എന്നൊന്നും പഠിക്കണ്ട. ജസ്റ്റ് നമുക്ക് നമ്മുടെ ഉദ്ദേശം എന്താണ്, ഇതൊക്കെ പഠിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമുക്ക് എക്സാമിന് മാർക്ക് വേണം അല്ലെ. അപ്പൊ നമ്മൾ എക്സാമിന്റെ ടൈം ആകുമ്പോൾ എന്തോ ചെയ്യണം, ഇതൊക്കെ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ടിപ്പുകൾ യൂസ് ചെയ്തിട്ട് പഠിക്കാം. അതാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു തന്ത്രം എന്ന് പറയുന്നത്. അപ്പോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഞാൻ വേറൊരു കുട്ടി പഠിച്ച എങ്ങനെയുള്ള ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാനൊരു പ്രോപ്പർട്ടി മേടിച്ചു, പ്രോപ്പർട്ടി ആദ്യമേ ക്ലീൻ ചെയ്തു, എന്നിട്ട് അതിലേക്ക് വേണ്ട സാധനം ഡിസൈൻ ചെയ്തു, പിന്നെ കുറെ ടൂള് കൊണ്ടുവന്നു. ഇങ്ങനെയൊക്കെ നമുക്ക് ഒരു കഥ പോലെ പഠിച്ചു വെക്കാൻ പറ്റും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. എല്ലാം കുത്തിയിരുന്ന് കാണാതെ പഠിക്കാൻ പറ്റത്തില്ല. നമുക്ക് എന്തെങ്കിലും ഒരു കഥ പോലെയൊക്കെ പഠിച്ചു വെക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ Ctrl+8 ആണ്
നമുക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ക്വിക്ക് കാൽക്കുലേഷൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് Ctrl+8 ആണ്. ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് ഡി ആണ്. ഓക്കെ, ഇത് പഠിച്ചു വെക്കണം. ഇത് 2025 നടന്ന 2 എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡാഷ് ഇസ് ദ ഫംഗ്ഷൻ കീ യൂസ്ഡ് ടു ടേൺ ഒബ്ജക്ട് സ്നാപ്പ് ടോഗിൾ ഇൻ 3D. ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. F1 മുതൽ F9 വരെ F13 അല്ലെ വരെയുള്ള ഫംഗ്ഷൻ കീസ് പരീക്ഷകൾക്കെല്ലാം വരാറുള്ളതാണ്. അത് പഠിച്ചാൽ നമുക്ക് ഒരു മാർക്ക് കിട്ടുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. അപ്പം ഒബ്ജക്ട് സ്നാപ്പിന് വേണ്ടിയിട്ട് ഓൺ ചെയ്യണമെങ്കിൽ ഏത് കീ ആണ് യൂസ് ചെയ്യേണ്ടത്? F2, F4, F3, F1. തെറ്റിയാലൊന്നും ഒരു പ്രശ്നവുമില്ല കേട്ടോ. പക്ഷെ നിങ്ങൾ ആ ഒരു ഓർഡർ പഠിച്ചു വെക്കാം. അറ്റ്ലീസ്റ്റ് ആ ആൽഫബറ്റിക് ഓർഡറിലെങ്കിലും, മീൻസ് ആൽഫബറ്റിക് ഓർഡർ അല്ല, ക്യാപിറ്റൽ ലെറ്റർ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടെങ്കിലും ഒരു കോഡ് ഉണ്ടാക്കി പഠിച്ചു വെക്കുക ആ ഓരോ ഓർഡറിൽ കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ F4. അതെ, F4 ആണ് കറക്റ്റ്. 3D ഒബ്ജക്ട് സ്നാപ്പ് F4 ആണ്. സോ എല്ലാം പഠിക്കണം. F1 ഹെൽപ്പ്, F2 ടെക്സ്റ്റ് വിൻഡോ, F3 ഒബ്ജക്ട് സ്നാപ്പ്, 3D ഒബ്ജക്ട് സ്നാപ്പ് F4. ഓക്കെ, പിന്നെ F5 ഐസോപ്ലെയിൻ, F6 ഡൈനാമിക് UCS ഫോർ കോർഡിനേറ്റ്, then F7 ഗ്രിഡ്, F8 ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. നമ്മൾ ഓട്ടോകാഡിൽ വരയ്ക്കുമ്പോൾ തന്നെ നമ്മൾ അത് ഓൺ ചെയ്യാറുണ്ട് പെർപെൻഡിക്കുലർ ആക്കാൻ വേണ്ടിയിട്ട്. F9 സ്നാപ്പ്, then F10 പോളാർ ട്രാക്കിംഗ്, F11 ഒബ്ജക്ട് സ്നാപ്പ് ട്രാക്കിംഗ്, F12 ഡൈനാമിക് ഇൻപുട്ട്. ഓക്കെ, ഇതൊക്കെ പഠിച്ചു വെക്കേണ്ടതാണ്. ഇതിൽ നിന്ന് ഒരു മാർക്ക് എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ ആൻസർ F4 ആണ്, ബി ആണ് ആൻസർ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ വിച്ച് ബാർ ഡു യു ഫൈൻഡ് ദി ഓർത്തോ ആൻഡ് ഓസ്നാപ്പ് ഐക്കൺസ്? അതായത് നമ്മൾ ഓട്ടോകാഡ് ഓപ്പൺ ചെയ്തു. ഓട്ടോകാഡ് ഓപ്പൺ ചെയ്തപ്പോൾ അതിൽ എവിടെയാണ് ഈ ഓർത്തോയുടെയും ഓസ്നാപ്പിന്റെ ഒക്കെ ഐക്കൺസ് നിങ്ങൾ കാണുന്നത്? ഡ്രോ ടൂൾ ബാർ, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ്, സ്റ്റാറ്റസ് ബാർ, റിബൺ ബാർ. ഓക്കെ, അപ്പൊ ഓരോന്നും എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. എല്ലാവരും കമന്റ് ചെയ്യണേ. സ്ഥിരമായിട്ട് കമന്റ് ചെയ്യുന്നവർ മാത്രമല്ല, എല്ലാവരും കമന്റ് ചെയ്യണം. ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഓട്ടോകാഡിന്റെ. ഇതിപ്പോ വേറൊരു വേർഷൻ ആണ് കേട്ടോ. 2016 വേർഷൻ ആണ്. ഓരോ വേർഷനിലും ഓരോ വിൻഡോസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഡ്രോയിങ് ഏരിയയും പ്രോപ്പർട്ടീസും ആണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്നാലും ജനറൽ ആയിട്ട് പറയാം, ഫസ്റ്റ് ഇതാണ് ഈ കാണിച്ചിരിക്കുന്ന ആരോ ഇസ് ടൈറ്റിൽ ബാർ അല്ലെ. പിന്നെ റിബൺ ബാർ ഉണ്ട്. റിബൺ ബാറിൽ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ വേണ്ടത് മാത്രം എടുക്കുക കേട്ടോ. എല്ലാം കൂടെ ഒന്നും പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആപ്ലിക്കേഷൻ മെനു ഉണ്ട്. പിന്നെന്താ വേണ്ടത്? കമാൻഡ് വിൻഡോ ഒക്കെ ചോദിക്കാറുള്ളതാണ്. UCS ഐക്കൺ, ഡ്രോയിങ് ഏരിയ, നാവിഗേഷൻ ബാർ, പിന്നെ വരുന്നുണ്ട് സ്റ്റാറ്റസ് ബാർ. ഈ സ്റ്റാറ്റസ് ബാറിലാണ് ഇതാ കിടക്കുന്നുണ്ടോ നമ്മുടെ ഓർത്തോ മോഡും ഒബ്ജക്ട് സ്നാപ്പും എല്ലാം ഗ്രിഡും ഒക്കെ കിടക്കുന്നത് സ്റ്റാറ്റസ് ബാറിലാണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ഇത്രയും കാര്യങ്ങളെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഓക്കെ, പിന്നെ മെനു ബാർ, ടൂൾ ബാർ ഒക്കെ ഉണ്ട് കേട്ടോ. ടൂൾ ബാർ, മെനു ബാർ. ഓക്കെ, മെനു ബാർ അറിയാലോ. മെനു ആപ്ലിക്കേഷൻ മെനു മീൻസ് മെനു ബാർ ഒക്കെ പഠിച്ചു വെക്കണം. സോ സ്റ്റാറ്റസ് ബാർ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. സ്റ്റാറ്റസ് ബാറിലാണ് ഓർത്തോ ആൻഡ് ഒബ്ജക്ട് ഓ സ്നാപ്പ് ഐക്കൺസ് കാണും. അടുത്ത ക്വസ്റ്റ്യൻ. To align object with other objects in 2D and 3D in AutoCAD, the command is. അതായത് മറ്റ് ഒബ്ജക്റ്റുകളെ 2Dയിലേക്കോ 3Dയിലേക്കോ അലൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏത് കമാൻഡാണ് യൂസ് ചെയ്യുന്നത്? മിക്സ്, ടോബ് മിക്സ്, അലൈൻ, ഗെയിൻ. ഓക്കെ, കമന്റ് ചെയ്യണേ. ഓക്കെ, കറക്റ്റ് ആണ്. അലൈൻ തന്നെയാണ് അല്ലെ. അലൈൻ ആണ്. ജസ്റ്റ് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡ് അലൈൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ കമ്പോണന്റ് ഓഫ് എ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ പാക്കേജ്? CAD പാക്കേജിലെ കമ്പോണന്റ് അല്ലാത്തത് ഏതാണ്? ഡിസൈൻ, അനാലിസിസ്, വിഷ്വലൈസേഷൻ, പ്രോഗ്രാം.
അതെ, കറക്റ്റ് ആയിട്ടുള്ളതാണ്. നമ്മൾ ഓട്ടോകാഡ് യൂസ് ചെയ്തിട്ട് പ്രോഗ്രാമിംഗ് ചെയ്യാറില്ല അല്ലെ. ഡിസൈനും അനാലിസിസും വിഷ്വലൈസേഷനും എല്ലാം ഉണ്ട്, പക്ഷെ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഓട്ടോകാഡിൽ പോസിബിൾ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് അല്ല. ഓക്കെ, കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ദി ടൈറ്റിൽ ബാർ ഇൻ ഓട്ടോകാഡ്? എല്ലാവർക്കും അറിയാവുന്ന അല്ലേ, ഓട്ടോകാഡിൽ ടൈറ്റിൽ ബാറിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ടു ഡിസ്പ്ലേ അഡീഷണൽ മെനു, ടു ടോഗിൾ ദ ഗ്രിഡ് ഓൺ ഓർ ഓഫ്, to show the name of the drawing currently used, to change the properties of entities. ഫുള്ള് വായിച്ചപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും അല്ലെ. ഓക്കെ, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, ആർക്കും മനസ്സിലാവും. ടൈറ്റിൽ ബാർ എന്താണ്? ടൈറ്റിൽ ആണ് അല്ലെ. എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഉപയോഗിക്കുന്ന ഡ്രോയിങ്ങിന്റെ നെയിം എന്താണ് അത് കാണിക്കുന്നതാണ് ടൈറ്റിൽ ബാർ. ഓക്കെ, ഇതൊക്കെ PSC ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് ദി ഓട്ടോകാഡ് ഇൻ ഇൻസ്റ്റലേഷൻ വിസാർഡ്? ഇൻസ്റ്റലേഷൻ വിസാർഡിൽ ഓട്ടോകാഡ് എന്ന് പറയുന്ന ആ ഒരു ഫയലിന്റെ പർപ്പസ് എന്താണ്? ഓക്കെ, വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് ഓട്ടോകാഡ് ഇൻ ഇൻസ്റ്റലേഷൻ വിസാർഡ്? To provide information about the product, to update the operating system, to contain all installation related materials in one place, to install additional software. Okay, ആരും കമന്റ് ചെയ്തിട്ടില്ല, വായിച്ചതിന് ശേഷം പറയാം. ഈ ഇൻസ്റ്റലേഷൻ വിസാർഡിൽ ഓട്ടോകാഡ് എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു ലാപ്ടോപ്പിൽ ഓക്കെ, നമ്മൾ ലാപ്ടോപ്പ് കമ്പ്യൂട്ടറോ വേണമല്ലോ നമുക്ക് ഓട്ടോകാഡ് അല്ലെ, നമുക്ക് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് സ്പീഡിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ മൊബൈൽ ഫോണുകളിലും പറ്റും, പക്ഷെ നമുക്ക് അത്രയ്ക്ക് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഹാങ് ആയി പോകും ഫോണൊക്കെ ഓട്ടോകാഡ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മളൊരു കമ്പ്യൂട്ടർ ഓട്ടോകാഡ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എന്താണ് മെയിൻ ആയിട്ടും നമ്മുടെ ആ ഒരു ഇൻസ്റ്റലേഷൻ വിസാർഡിൽ ഒരു ഫയൽ ആയിട്ടാണ് ഓട്ടോകാഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫയലായിട്ടാണ് കിടക്കുന്നത്, ഓട്ടോഡെസ്കിന്റെ ഒരു ഫയലായിട്ട്. അപ്പൊ ഫയലിന്റെ മെയിൻ പർപ്പസ് എന്താണ്? അതിലാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസും എല്ലാ കാര്യങ്ങളും. നമുക്കിപ്പം എന്താണ് കീ വേണം അല്ലെ, കീ വേണം, പാസ്വേഡ് വേണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോപ്പി പേസ്റ്റ് ചെയ്ത് അവർ ചോദിക്കുന്നതിനൊക്കെ നമ്മൾ എസ് എന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ചു കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, റൺ ചെയ്ത് അല്ലെ. അപ്പോ അങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും അടങ്ങുന്ന ഒരു മീൻസ് ഒരു ഫയലാണ് ആക്ച്വലി ഓട്ടോകാഡ്, ഇൻസ്റ്റലേഷൻ വിസാർഡിലുള്ള ഓട്ടോകാഡ്. ഓക്കെ, അപ്പൊ എന്താണ് കറക്റ്റ് ആണ് ആൻസർ പറഞ്ഞത്? ടു കണ്ടെയ്ൻ ഓൾ ഇൻസ്റ്റലേഷൻ, ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാം. ഓക്കെ, അതാണ് ഇൻസ്റ്റലേഷൻ വിസാർഡിലെ ഓട്ടോകാഡ് എന്ന് പറയുന്ന ഫയലിന്റെ പ്രത്യേകത. ഇതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫില്ലറ്റ് കമാൻഡ് ഇൻ ഓട്ടോകാഡ് ക്രിയേറ്റ്സ്. ഫില്ലറ്റ് കമാൻഡ്, ഓട്ടോകാഡിലെ ഫില്ലറ്റ് കമാൻഡ് എന്താണ് ഉണ്ടാക്കുക, മീൻസ് എന്താണ് അതിന്റെ പർപ്പസ്? ഓക്കെ, എന്താണ് മീൻസ് ഒരു ഡ്രോയിങ് കമാൻഡ് ആണ്. എന്ത് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണം? ഷാർപ്പ് കോർണേഴ്സ്, റൗണ്ട് കോർണേഴ്സ്, ആംഗിൾഡ് കോർണേഴ്സ്, സ്മൂത്ത് കോർണേഴ്സ്. ഓക്കെ, എല്ലാരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ, രണ്ട് നോൺ പാരലൽ ആയിട്ടുള്ള ലൈൻസ് ആണെന്ന് വിചാരിക്കുക. ഈ രണ്ട് ലൈനെയും കൂടി എനിക്ക് ജോയിൻ ചെയ്യണം. പക്ഷെ ഫില്ലറ്റ് കമാൻഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്റെ ജോയിൻ ചെയ്യുന്നത് ഇങ്ങനെ എന്താണ് ആർക്കായിട്ടായിരിക്കും അല്ലെ, ആർക്കായിട്ട് ഇങ്ങനെ വളച്ചായിരിക്കും അത് ജോയിൻ ചെയ്യുന്നത്. സ്റ്റേറ്റ്മെന്റ് ഇപ്പം കാണാറുണ്ട്. പിന്നെ നമ്മുടെ 2023-24 ആ ഒരു സമയത്ത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ എണ്ണം ഭയങ്കര കൂടുതലായിരുന്നു. പക്ഷെ ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, എന്നാലും കുറവാണ്. ഓക്കെ, ഫില്ലറ്റ് കമാൻഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ഈ രീതിയിൽ ആർക്ക് ടൈപ്പ് ആണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഷാർപ്പ് കോർണർ ഉണ്ടാക്കുന്നത് എന്താണെന്ന് പറഞ്ഞു? ഷാർപ്പായിട്ട് മീൻസ് ഈ ഒരു രീതിയിൽ. ഏത് കമാൻഡാണ്? ഒന്ന് കമന്റ് ചെയ്തേ. രണ്ട് ലൈൻസിനിടയിൽ കർവായിട്ട് ഫോം ചെയ്യിക്കുന്നത് ഫില്ലറ്റ്. കറക്റ്റ് ആണ് കേട്ടോ സിദ്ധത്തെ. രണ്ട് ലൈൻസിനിടയിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഫോം ചെയ്യിക്കുന്നത്, സ്ട്രെയിറ്റിനെ വിളിക്കുന്ന പേര് ചാംഫർ അല്ലെ, ചാംഫർ എന്ന് പറയും. ഓക്കെ, ചാംഫർ കമാൻഡ് ആണ് യൂസ് ചെയ്യുന്നത്. കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോറി മാർക്ക് ചെയ്തില്ല. അപ്പൊ നമ്മുടെ ആൻസർ റൗണ്ട് കോർണേഴ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു ഡ്രോ സ്മൂത്ത് കർവ്സ് ഓഫ് എനി നേച്ചർ, ഡ്രാഫ്റ്റിംഗ് ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഈസ്. ടു ഡ്രോ സ്മൂത്ത് കർവ്സ് ഓഫ് എനി നേച്ചർ, ഡ്രാഫ്റ്റിംഗ് ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഈസ്. മിനി ഡ്രാഫ്റ്റർ, ഫ്രഞ്ച് കർവ്, ടെംപ്ലേറ്റ്സ്, ഇറൈസർ ഷീറ്റ്. ഏതാണ് യൂസ് ചെയ്യുന്നത്? ഷേപ്പ് ഒക്കെയാണ് ചോദിച്ചിരുന്നെങ്കിൽ ഷേപ്സ് അല്ലെ, നമ്പേഴ്സ് ഷേപ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ടെംപ്ലേറ്റ്സ് ആണ് കേട്ടോ. അതേസമയം സ്മൂത്ത് കർവ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഏത് കർവായാലും നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കറക്റ്റ് ആണ് ആൻസർ ഫ്രഞ്ച് കർവ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
The inclination of letters as recommended by BIS. BIS recommend ചെയ്യുന്ന ലെറ്റേഴ്സിന്റെ ഇൻക്ലിനേഷൻ എത്രയാണ്? അതായത് വെർട്ടിക്കൽ ലെറ്റേഴ്സ് ഉണ്ട്, ഇൻക്ലൈൻഡ് ലെറ്റേഴ്സ് ഉണ്ട്. ആ ഇൻക്ലൈൻഡ് ലെറ്റേഴ്സിന്റെ ഇൻക്ലിനേഷൻ രണ്ട് വാല്യൂസ് ആണ് പഠിച്ചു വെക്കേണ്ടത്. പക്ഷെ ഒരു വാല്യൂ ഈ ഒരു ക്വസ്റ്റിനിൽ പറയുന്നത് അല്ലെ. ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്, 75 ഡിഗ്രി ആണ്. അതായത് ലെറ്ററിംഗ് മെയിൻ ആയിട്ടും നമ്മൾ വെർട്ടിക്കൽ ലെറ്ററിംഗും ഇൻക്ലൈൻഡ് ലെറ്ററിംഗും ആണുള്ളത്. ഇൻക്ലൈൻഡ് ലെറ്ററിംഗിൽ രണ്ട് ഇൻക്ലിനേഷൻസ് ആണുള്ളത്, 15 ഡിഗ്രി ആൻഡ് 75 ഡിഗ്രി. ഓക്കെ, വെർട്ടിക്കലുമായിട്ട് 15 ഡിഗ്രി ഇങ്ങനെയും ചോദിക്കാറുണ്ടേ. ഓക്കെ, അതായത് ഇപ്പൊ ബി ആണ് ഞാൻ എഴുതുന്നത്, അല്ലെങ്കിൽ സി ആണ് ഞാൻ എഴുതുന്നതെങ്കിൽ ഞാൻ ഇങ്ങനെ ചരിച്ചെഴുതുന്നതെന്ന് വിചാരിച്ചു. സി ചരിച്ചെഴുതി, ബിയും അതുപോലെ ചരിച്ച് ഞാൻ എഴുതില്ല. ഇങ്ങനെയാണ് നമ്മൾ ഇൻക്ലൈൻഡ് ലെറ്ററിനെ എഴുതുന്നത് അല്ലെ. അപ്പൊ ഞാൻ അതിനെ ഒരു ഹൊറിസോണ്ടലും വരച്ചു, സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വെർട്ടിക്കലും വരച്ചെങ്കിൽ എന്റെ ഈ വെർട്ടിക്കലുമായിട്ട് ലെറ്റർ മേക്ക് ചെയ്യുന്ന ഈ ആംഗിൾ ആണ് 15 ഡിഗ്രി. അതേസമയം ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ആംഗിൾ ആണ് 75 ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ആകെ 15 ഇല്ല, 75 മാത്രമേ ഓപ്ഷനിലുള്ളൂ. പ്രത്യേകിച്ച് ഒന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 75. പക്ഷേ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന എത്ര, അല്ലെങ്കിൽ റൈറ്റിലേക്ക് എത്ര, ലെഫ്റ്റിലേക്ക് എത്ര, ഇങ്ങനെയൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പൊ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, the drawing sheet is so folded that dash is always on the top. അതായത് ഡ്രോയിങ് ഷീറ്റ് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് എന്തുമാണ് ടോപ്പിൽ വരുന്നത്? ടൈറ്റിൽ ബ്ലോക്ക്, കൺവെൻഷൻസ്, ലെറ്റർ, നമ്പർ. ഓക്കെ, 3 പേര് മാത്രമാണ് എപ്പോഴും ആൻസർ പറയുന്നത് കേട്ടോ. ബാക്കിയുള്ളവരോട് ആൻസർ പറയാൻ വേണ്ടി ശ്രമിക്കുക. ആൻസർ കറക്റ്റ് ആണ്. ടൈറ്റിൽ, ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. ടൈറ്റിൽ ബ്ലോക്ക് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ടൈറ്റിൽ ബ്ലോക്ക് ഫ്രണ്ടിൽ വരണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി എഡ്ജ് ഓഫ് ഡ്രോയിങ് ബോർഡ് ഓൺ വിച്ച് ടി സ്ക്വയർ ഈസ് മെയ്ഡ് ടു സ്ലൈഡ് ഇസ് കോൾഡ്. ഓക്കെ, ടി സ്ക്വയർ സ്ലൈഡ് ചെയ്യുന്ന ഡ്രോയിങ്. ഇപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നല്ലപോലെ വായിച്ചു നോക്കണം കേട്ടോ. നമുക്ക് പെട്ടെന്ന് കാണുന്ന എക്സൈറ്റ്മെന്റിൽ എല്ലാം കറപ്പിച്ച് തെറ്റിക്കുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്, ഒരുപാട് പേരുണ്ട് അല്ലെ. രണ്ടാമത് വായിക്കുമ്പോഴാണ് അയ്യോ ശരിയല്ലല്ലോ, തെറ്റാണല്ലോ എന്ന് തോന്നുന്നത്. അപ്പൊ നമ്മുടെ ഒരു മാർക്കും പോയി, നമുക്കൊരു നെഗറ്റീവും വന്നു. ഓക്കെ, അപ്പം എഡ്ജ് ഓഫ് ഡ്രോയിങ് ബോർഡ് ആണ് ക്വസ്റ്റ്യൻ. ഓൺ വിച്ച് ടി സ്ക്വയർ ഈസ് മെയ്ഡ് ടു സ്ലൈഡ് ഈസ് കോൾഡ്. വർക്കിംഗ് എഡ്ജ്, സ്ട്രൈറ്റ് എഡ്ജ്, ചിസൽ എഡ്ജ്, നൺ ഓഫ് ദീസ്. ഡ്രോയിങ് ബോർഡിന്റെ ഏത് എഡ്ജിലാണ് ടി സ്ക്വയർ സ്ലൈഡ് ചെയ്യുന്നത്? നൺ ഓഫ് ദി അബോ ആണോ? വർക്കിംഗ് എഡ്ജ്, സ്ട്രൈറ്റ് എഡ്ജ്, ചിസൽ എഡ്ജ്. ഡ്രോയിങ് ബോർഡിന്റെ മെയിൻ ആയിട്ടുള്ള എഡ്ജിനെ നമ്മൾ വിളിക്കുന്ന പേര് ഞാൻ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞതാണ്. ഒന്ന് നമ്മൾ വിളിക്കുന്ന പേരാണ് വർക്കിംഗ് എഡ്ജ്. ഓക്കെ, അത് പറഞ്ഞുതരാം. വർക്കിംഗ് എഡ്ജ്. ഓക്കെ, വർക്കിംഗ് എഡ്ജ് ഓഫ് ഡ്രോയിങ് ബോർഡ് ഈസ് ഓൾസോ നോൺ ആസ് എബോണി എഡ്ജ്. കേട്ടോ, മറക്കല്ലേ, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഡ്രോയിങ് ബോർഡിന്റെ വർക്കിംഗ് എഡ്ജിനെ വിളിക്കുന്ന പേരാണ് എബോണി എഡ്ജ്. അപ്പൊ ഡ്രോയിങ് ബോർഡിനെ നമ്മൾ യൂസ് ചെയ്യുന്ന എഡ്ജിനെ ഞാൻ പറയാവേ, രാവിലെ ലാസ്റ്റ് പറയാവേ. ഓക്കെ, വർക്കിംഗ് എഡ്ജിനെ നമ്മൾ എബോണി എഡ്ജ് എന്നും വിളിക്കുന്നുണ്ട് കേട്ടോ. ആ കാര്യം എപ്പോഴും ഇത് PYQ ആണ് കേട്ടോ. വർക്കിംഗ് എഡ്ജ് ഓഫ് ഡ്രോയിങ് ബോർഡ് ഈസ് ഓൾസോ നോൺ ആസ്, അല്ലെങ്കിൽ എബോണി എഡ്ജ് എന്ന് പറയുന്നത് എന്താണ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ആൻസർ വർക്കിംഗ് എഡ്ജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the section line is used to show. The section line is used to show a rolled section of steel, the part cut by a cutting plane, a small section of the main object, none of the above. സെക്ഷൻ ലൈൻ ഉപയോഗിക്കുന്നത് എന്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്? സെക്ഷൻ ലൈൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പേരുകൊണ്ട്, എല്ലാ ലൈൻസും പേരുകൊണ്ട് ഓർക്കുക കേട്ടോ. ഓക്കെ, എ സ്മോൾ സെക്ഷൻ ഓഫ് ദി മെയിൻ ഒബ്ജക്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനേക്കാളിലും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് പാർട്ട് കട്ട് ബൈ എ കട്ടിംഗ് പ്ലെയിൻ. ഒരു കട്ടിംഗ് പ്ലെയിൻ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് നമ്മൾ കഴിഞ്ഞു. ആ കട്ട് ചെയ്ത പോർഷനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സെക്ഷൻ ലൈൻ കേട്ടോ. തെറ്റിക്കരുത്. നമ്മൾക്കിപ്പോ ഇങ്ങനെയുള്ള ഒരു സിലിണ്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ സിലിണ്ടറിനെ ഒരു കട്ടിംഗ് പ്ലെയിൻ ഉപയോഗിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് ഇങ്ങനെ കിട്ടും സിലിണ്ടറിന്റെ കട്ടായ പോർഷൻ. ഇങ്ങനെ കിട്ടി, ഇങ്ങനെ അല്ലെ, ഇങ്ങനെ കിട്ടി. ഞാൻ അതിനെ ഹാച്ച് ചെയ്ത് കാണിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മള് ഈ കട്ട് ചെയ്ത പോർഷനെ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സെക്ഷൻ ലൈൻ. നമ്മൾ ചുമ്മാ ഒരു വര വരയ്ക്കുവോ? ഇല്ല. നമ്മൾ എങ്ങനെ വരയ്ക്കുന്ന സെക്ഷൻ ലൈൻ വരയ്ക്കുന്നത്? സെക്ഷൻ കട്ട് ചെയ്തു എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണിക്കുന്നത്. സെക്ഷൻ കട്ട് ചെയ്ത ഭാഗത്ത് ഹാച്ച് ലൈൻ ഇടിച്ചിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ഇതിനേക്കാളിലും കുറച്ചും കൂടി ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഇതാണ്.
പാർട്ട് കട്ട് ബൈ എ കട്ടിംഗ് പ്ലെയിൻ. ഒരു കട്ടിംഗ് പ്ലെയിൻ കട്ട് ചെയ്ത പോർഷനെ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സെക്ഷൻ ലൈൻ എന്ന് പറയുന്നത്. സോ ആൻസർ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്പർ ഓഫ് ഡയഗണൽസ് ദാറ്റ് എ ഹെക്സഗൺ ക്യാൻ ഹാവ്. ഇതും നമ്മുടെ, അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് ഇത് വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കരുത്. ഇത് ചോദിച്ചത് 2023 നടന്ന അരിത്തമെറ്റിക് കം ഡ്രോയിങ്, ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ അരിത്തമെറ്റിക് കം ഡ്രോയിങ് എന്ന് പറയുന്ന ആ ഒരു എക്സാമിന് ഒരു 65-70 മാർക്കോളം എഞ്ചിനീയറിംഗ് ഡ്രോയിങ് മാത്രമായിരുന്നു കേട്ടോ. അപ്പൊ ആ ഒരു എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. നമ്പർ ഓഫ് ഡയഗണൽസ് ദാറ്റ് എ ഹെക്സഗൺ ക്യാൻ ഹാവ്. അപ്പൊ ഒരു ഹെക്സഗണിന്റെ ആയാലും ഏത് ഷേപ്പിന്റെ, ഹെക്സഗണിന് എത്ര ഡയഗണൽസ് ആണ്? ക്വസ്റ്റ്യൻ ഡയഗണൽസ് ആണ്, നമ്പർ ഓഫ് ഡയഗണൽസ്. ഒരു ഹെക്സഗണിന്റെ നമ്പർ ഓഫ് ഡയഗണൽസ്, ഹെക്സഗണിന്റെ സൈഡുകൾ 6 ആണ്. ഓക്കെ, അപ്പോ ഒരു ഏത് ഷേപ്പ് ആയിക്കോട്ടെ, പെന്റഗൺ എന്ന് പറയുമ്പോൾ എത്ര സൈഡ്സ്? 5 സൈഡ് അല്ലെ? എത്ര സൈഡുള്ള പോളിഗൺ ആയാലും ഡയഗണൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്, n×n-3/2. കേട്ടോ, ഈ ഇക്വേഷൻ ഓർത്ത് വെക്കണം. n×n-3/2 ആണ് ഇക്വേഷൻ. ഓക്കെ, n എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമ്പർ ഓഫ് സൈഡ്സ് ആണ്. അപ്പൊ നമ്മുടെ ഹെക്സഗണിന് 6 സൈഡ് ഉണ്ട്. 6×6-3/2 എത്ര വരും? 6×6-3 3 ആണ്, ഡിവൈഡ് ബൈ 2. സോ 3×6=18/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 9 ഡയഗണൽസ് ആണ് ഒരു ഹെക്സഗണിന് ഉള്ളത് കേട്ടോ. ഇതൊക്കെ PSC എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ ഡയഗണൽസ് കണ്ടുപിടിക്കാൻ ജനറൽ ആയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ എക്സെൻട്രിസിറ്റി ഓഫ് ആൻ എലിപ്സ്? ഒരു എലിപ്സിന്റെ എക്സെൻട്രിസിറ്റി ഏതാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ? 1, 2/3, 3/2, 2/5. ഇതൊക്കെ കാണുമ്പോഴേ നമുക്കറിയാം എത്രയാണ് ഒരു എലിപ്സിന്റെ എക്സെൻട്രിസിറ്റി. ഓക്കെ, അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്തിരിക്കണ്ട കേട്ടോ. നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യനും അറിയാൻ വയ്യാത്ത ക്വസ്റ്റ്യനും ടഫ് ക്വസ്റ്റ്യനും ഒക്കെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമുക്ക് ഒരു എക്സാമിന് പ്രതീക്ഷിക്കാം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, മീഡിയം ഉണ്ട്, മോഡറേറ്റ് ടൈപ്പ് ഉണ്ട്, വളരെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എല്ലാം നമുക്ക് വേണം. സോ ആൻസർ 1 ആണ്. എലിപ്സിന്റെ എക്സെൻട്രിസിറ്റി 1 ആണ്. എലിപ്സിന്റെ എക്സെൻട്രിസിറ്റി 1 ആണ്. പരാബോള ആണെങ്കിലോ? പരാബോള ആണെങ്കിൽ കമന്റ് ചെയ്തോട്ടാ. പരാബോള ആണെങ്കിൽ എക്സെൻട്രിസിറ്റി ഈസ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതല്ലേ, എക്സെൻട്രിസിറ്റി അല്ല, തെറ്റ്, ലെസ് ദാൻ 1 കേട്ടോ. 1 കുറവാണ് പരാബോള. ഹൈപ്പർബോളയാണെങ്കിലാണ് ഹൈപ്പർബോളയാണെങ്കിലാണ് ഈ ഗ്രേറ്റർ ദാൻ 1. ഓർത്തിരിക്കാനുള്ള മാർഗം ഹൈപ്പ് എന്ന് പറയുമ്പോൾ കൂടുതലെന്നല്ലേ, ഹൈപ്പ് ആവുമ്പോൾ കൂടുതലാണ്. ഓക്കെ, ഗ്രേറ്റർ ദാൻ 1 ആണ്, അങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ. സോ ഹൈപ്പർബോള ഈ ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, ഇനി ഞാൻ ഇതിന്റെ വേറെ ടൈപ്പ് ക്വസ്റ്റ്യനും കൂടി ഒന്ന് പറഞ്ഞുതരാം. ഒരു ഹൈപ്പർബോള. ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ പറയുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. ഇങ്ങനെ ചോദിക്കാം, ഒരു ഹൈപ്പർബോള ഉണ്ട്, ഈ ഹൈപ്പർബോളയുടെ എക്സെൻട്രിസിറ്റി ആവാൻ ചാൻസ് ഉള്ളത് ഈ കൂട്ടത്തിൽ ഏതാണ് എന്ന് പറഞ്ഞ്. ഒരു ഹൈപ്പർബോളയുടെ എക്സെൻട്രിസിറ്റി ആവാൻ സാധ്യതയുള്ള വാല്യൂ ഓഫ് എക്സെൻട്രിസിറ്റി ABCD, ഇതിൽ ഏതാണെന്ന് പറഞ്ഞേ. ഓക്കെ, കറക്റ്റ്, മനസ്സിലായല്ലോ. അപ്പൊ ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാം കേട്ടോ. അപ്പൊ ഹൈപ്പർബോളയുടെ എക്സെൻട്രിസിറ്റി ഗ്രേറ്റർ ദാൻ 1 ആവാം, 1 ആവാം അല്ല 1 ആണ്. പരാബോളയുടെ എക്സെൻട്രിസിറ്റി ലെസ് ദാൻ 1 കേട്ടോ. എലിപ്സിന്റെ ഈക്വൽ ടു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഹൈപ്പർബോള ഇക്വേഷൻ? ഹൈപ്പർബോളയുടെ ഇക്വേഷൻ ഏതാണ്? അതെ, എല്ലാവരും കറക്റ്റ് ആണ് ആൻസർ ചെയ്യുന്നത്. ഹൈപ്പർബോളയുടെ ഇക്വേഷൻ x²/a²a-y²/b² is equal to 1 ആണ്. എലിപ്സിന്റെ ഇക്വേഷൻ ആയിരുന്നെങ്കിൽ x²/a² പ്ലസ് വന്നേനെ, y²/b² is equal to 1 വന്നേനെ. ഇനി പരാബോളയുടെ ഇക്വേഷൻ ആണെങ്കിൽ x is equal to 4ay അല്ലെ, y is equal to 4ax അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഷേപ്പ് ഓഫ് ഷാർപ്പൻഡ് പെൻസിൽ പോയിന്റ്സ് ടു ബി പ്രിഫേർഡ് ഫോർ ഫ്രീ ഹാൻഡ് സ്കെച്ചിങ്? ഫ്രീ ഹാൻഡ് സ്കെച്ചിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പെൻസിലിന്റെ ആ ഒരു പെൻസിൽ പോയിന്റിന്റെ ഷേപ്പ്, ഫ്രീ ഹാൻഡ് സ്കെച്ചിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പോയിന്റഡ് ഷേപ്പ്, കോണിക്കൽ ഷേപ്പ്, ടേപ്പർ ഷേപ്പ്. ഇതിൽ പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന ഷേപ്പുകൾ ആകെപ്പാടെ കോണിക്കൽ ഷേപ്പ് മാത്രമേ ഉള്ളൂ അല്ലെ?
ഏതാ വരുന്ന ആൻസർ? അതെ, ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണോ, ടേപ്പർ ആണോ വരുന്നത്? ഒന്നും കൂടെ നോക്കിക്കേ നല്ലപോലെ. ഓക്കെ, ആൻസർ പറഞ്ഞവരും ഉണ്ട്, തെറ്റിച്ചവരും ഉണ്ട്. അതാ നോക്കിക്കോളുക. ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള 4 ഷേപ്പുകൾ കേട്ടോ. പെൻസിൽ പോയിന്റിന്റെ ഷേപ്സ് ആണ് ഇത്. കോണിക്കൽ എഡ്ജ്, ചിസൽ എഡ്ജ്, സിലിണ്ടറിക്കൽ എഡ്ജ്, ബിവൽഡ് എഡ്ജ്. ഓക്കെ, ഇത് 4ഉമാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പെൻസിൽ പോയിന്റ്സിന്റെ ഷേപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതില് കോണിക്കൽ എഡ്ജ് ആണെങ്കിൽ, കോണിക്കൽ എഡ്ജ് ആണെന്നുണ്ടെങ്കിൽ കോണിക്കൽ ഷേപ്പ് അല്ലേ? കോണിക്കൽ ഷേപ്പ് എന്ന് വെച്ചാൽ എന്താ? നമ്മളിപ്പോ എന്റെ കയ്യിൽ ഒരു പെൻസിൽ ഉണ്ടെന്ന് വിചാരിക്കുക. ആ പെൻസിലിൽ ഞാൻ ആ ഷാർപ്പനർ യൂസ് ചെയ്തിട്ട് വെട്ടി, ചെത്തി. അപ്പൊ ചെത്തുമ്പോൾ എനിക്ക് കിട്ടുന്ന ഷേപ്പാണ് കോണിക്കൽ ഷേപ്പ് അല്ലേ? അപ്പൊ നമ്മൾ സാധാരണ ഒരു പെൻസിൽ ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? എഴുതുന്നു, ഇല്ല സാധാ ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കുന്നു, ഇതൊക്കെയാണ് അല്ലേ? അപ്പോ സാധാ ഒരു പെൻസിലിന്റെ ഷേപ്പ് കോണിക്കലാണ്, സാധാ ചെയ്യുന്ന കാര്യങ്ങളാണ് അത് വെച്ച് ചെയ്യുന്നത്. ഇങ്ങനെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ. അടുത്തത് ചിസൽ എഡ്ജ്. ചിസൽ മീൻസ് ഉളി അല്ലെ? ഉളി എന്ന് കേട്ടിട്ടുണ്ടല്ലോ എല്ലാവരും അല്ലെ? ഉളി. ഓക്കെ, ഒരു മിനിറ്റ് രാഹുൽ ഇതൊന്ന് പറഞ്ഞോട്ടെ. അപ്പൊ ചിസല് ഉളി എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പം ഉളിയാണ് ചിസൽ എന്ന് വെച്ചാൽ. അപ്പൊ ചിസൽ എഡ്ജ് എന്ന് പറയുമ്പോൾ എന്താ? നിങ്ങൾ ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടവർക്ക് മാത്രം ഓർക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ മരപ്പണി ചെയ്യാൻ വേണ്ടിയിട്ട്, ഞാനിപ്പോ മരപ്പണി ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പൊ ഞാൻ വരുന്നു. അപ്പൊ നമ്മൾ എങ്ങനെയാ മരം കട്ട് ചെയ്യുന്നത്? ആദ്യമേ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വരയ്ക്കും അല്ലെ? വരച്ച് ആ വര അനുസരിച്ചിട്ടാണ് നമ്മൾ ചിസൽ ഉപയോഗിച്ചിട്ട് ചെത്തി മിനുക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ഓർത്തിരുന്ന നമുക്ക് ചിസൽ എഡ്ജ്, സ്ട്രൈറ്റ് ലൈൻസ് എന്ന് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, പിന്നെ വരുന്നത് സിലിണ്ടറിക്കൽ എഡ്ജ് ആണ്. സിലിണ്ടറിക്കൽ ഷേപ്പ് നമ്മുടെ ചോക്ക് പീസ് ഉണ്ടല്ലോ, ചോക്ക് പീസ് നമ്മുടെ ബോർഡിലൊക്കെ പണ്ട് സ്കൂളില് അല്ലെ, ബ്ലാക്ക് ബോർഡിൽ എഴുതുന്ന ചോക്ക് പീസ്. നമുക്കിപ്പം ഒരു പടം ഉണ്ടെന്ന് വിചാരിക്കാം. ഈ പടത്തിനെ ഹാച്ച് ചെയ്യണം. അപ്പൊ ഈ ചോക്ക് പീസ് ഉപയോഗിച്ച് നമ്മുടെ ടീച്ചർമാർ എങ്ങനെ ഹാച്ച് ചെയ്യുന്നത്? സിലിണ്ടറിക്കൽ ചോക്ക് പീസ് ഉപയോഗിച്ച് ഇങ്ങനെ നമ്മൾ ഹാച്ച് ചെയ്യും അല്ലെ? അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഓർത്തിരിക്കാം. നമുക്ക് വേണമെങ്കിൽ മാത്രം. അടുത്തത് ബെവൽഡ് എഡ്ജ് എന്ന് പറയുമ്പോൾ എന്താ? ബെവൽഡ് എഡ്ജ് എന്ന് വെച്ചാൽ എന്താ? ജസ്റ്റ് എന്താ ഇങ്ങനെ മീൻസ്, അതായത് ഇപ്പൊ ഒരു ഷേപ്പ് ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഇരിക്കുന്നതാണ് ബെവൽഡ് എഡ്ജ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് കോമ്പസിലാണ്. അപ്പൊ ഒരു കോമ്പസ് ഇങ്ങനെ കുത്തി വെച്ചേക്കുന്നു, അതിന്റെ സമീപത്തായിട്ട് അടുത്ത് നമ്മുടെ പെൻസിൽ കുത്തി വെച്ചേക്കുന്നു. സോ ജസ്റ്റ് ഇങ്ങനെ ചരിഞ്ഞുള്ള രീതിയിൽ നിൽക്കുന്നു, പോയിന്റഡ് ആയിട്ട് ചരിഞ്ഞ് നിൽക്കുന്നു. അപ്പൊ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർത്ത് വെക്കാം കേട്ടോ. അപ്പൊ ഏതൊരു കാര്യം പഠിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? അത് കണക്ട് ചെയ്ത് പഠിച്ചാൽ, വാക്കുകളുമായിട്ട് നമുക്ക് ഫംഗ്ഷൻസ് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഓർമ്മയിൽ നിൽക്കും എന്നുള്ളത് ഓർത്ത് വെക്കും കേട്ടോ. ഇപ്പൊ കോണിക്കൽ എഡ്ജ് ഉപയോഗിക്കുന്നത് ലെറ്ററിങ്, ഫ്രീ ഹാൻഡ് സ്കെച്ചിങ്, ഡയമെൻഷനിങ്. ചിസൽ എഡ്ജ് സ്ട്രൈറ്റ് ലൈൻസ്, സിലിണ്ടറിക്കൽ എഡ്ജ് ഷെയ്ഡിങ്, ഹാച്ചിങ്, ബെവൽഡ് എഡ്ജ് കോമ്പസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക. സോ ആൻസർ വരുന്നത് കോണിക്കൽ ഷേപ്പ് ആണ്. എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ഫ്രീ ഹാൻഡ് സ്കെച്ചിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട് കേട്ടോ. ഇപ്പൊ തന്നെ പറയുവാണ്, എലിപ്സിന്റെ എക്സെൻട്രിസിറ്റി, സോറി ഇത് ഞാൻ തെറ്റിപ്പോയി പറഞ്ഞത്, എല്ലാവരും ക്ഷമിക്കണം. E = 1 ആണ്. എലിപ്സിന്റെ എത്രയാ? അതാ ഒരാൾ മാത്രമാണ് അത് പറഞ്ഞത്, ലെസ്-ദാൻ 1 കേട്ടോ. എലിപ്സിന്റെ ആണ് ലെസ്-ദാൻ 1, പരാബോളയുടെ E = 1 ആണ്, ഹൈപ്പർബോളയുടെ E > 1 ആണ് കേട്ടോ. ആ ഈ ഒരു സംഭവം മിസ്റ്റേക്ക് ആയിപ്പോയി. ഓക്കെ, ക്ഷമിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫോർ ക്വിക്ക് എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് എമംഗ് ഡിസൈനർ ആൻഡ് ടെക്നീഷ്യൻ, ദ ടൈപ്പ് ഓഫ് ഡ്രോയിങ് യൂസ്ഡ് ഈസ്. ഇതിന് മുന്നായിട്ട് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതൊക്കെ ചോദിച്ചത്, നമ്മുടെ KW ഗ്രേഡ് 3ക്ക് വേക്കൻസി എത്ര അക്സെപ്റ്റ് ചെയ്യാമോ എന്നുള്ള കാര്യം കൂടി ചോദിച്ചു. അതിനുള്ളൊരു എക്സ്പ്ലനേഷൻ ഇതാണ്. നമുക്കിപ്പം നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, 3rd ഗ്രേഡ് PWD ഇറിഗേഷന്റെ ലിസ്റ്റ് അല്ലെ? നമ്മുടെ പെൻഡിങ് കിടന്ന ഒരു ലിസ്റ്റ് ഇപ്പൊ വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൽ 800 സംതിങ് ആളുകളാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. അപ്പൊ അത്രയും ആളുകള് ഓൾമോസ്റ്റ് എന്തായാലും കംപ്ലീറ്റ് ആളുകൾക്ക് മീൻസ് അഡ്വൈസ് പോയി ആ ലിസ്റ്റ് ക്യാൻസൽ ആവാനുള്ള ചാൻസ് മാത്രമാണ് കേട്ടോ. അല്ല അങ്ങനെ സംഭവിക്കുമെന്നല്ല പറയുന്നത്. കംപ്ലീറ്റ് ആളുകൾക്ക് മെയിൻ ലിസ്റ്റിലുള്ള മൊത്തം പേരെ എടുത്ത് ലിസ്റ്റ് ക്യാൻസൽ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും മെയിൻ ആയിട്ട് നോക്കുന്നത് ഇപ്പൊ കറന്റ്ലി 3rd ഗ്രേഡ് KWA മീൻസ് വാട്ടർ അതോറിറ്റി വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പോലും അവരെല്ലാവരും ആ ലിസ്റ്റിലുള്ളവരാണ്. ഓൾമോസ്റ്റ് എല്ലാവരും ആ ലിസ്റ്റിലുള്ളവർ. അപ്പൊ അവർക്കുള്ള ടെൻഡൻസി ഇതിന്റെ അഡ്വൈസ് വരുമ്പം ഇതിലേക്ക് ചാടാൻ വേണ്ടിയിട്ടുള്ള ടെൻഡൻസിയാണ്. അപ്പൊ ആ വേക്കൻസിയും കൂടെ നമുക്ക് വരും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം ഇപ്പൊ റിപ്പോർട്ട് ചെയ്തതിനേക്കാളും കൂടുതൽ വേക്കൻസികൾ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു പരീക്ഷയാണ് 3rd ഗ്രേഡ് KWA. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ലപോലെ പഠിക്കുക കേട്ടോ. സീരിയസ് ആയിട്ടാണ് പറയുന്നത്. കാരണം ഓൾമോസ്റ്റ് ഈ 2
എന്താണ് ഈ തസ്തികകളിലും ഒരേ ആളുകളാണുള്ളത്. മീൻസ് തസ്തികകളിലല്ല, 2 ലിസ്റ്റിലും. നേരത്തെ വന്ന തേർഡ് ഗ്രേഡ് KWEയിലും തേർഡ് ഗ്രേഡ് PWD ഇറിഗേഷൻ അതിന്റെ സ്റ്റിപ്പഡ് ആണ് വന്നത്. 2ലും ഒരേ ആളുകളുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇങ്ങോട്ട് ചാടാനുള്ള ടെൻഡൻസി ഉള്ളത് കൊണ്ട് തന്നെ വേക്കൻസികൾ വരും എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. For quick exchange of ideas among designer and technician, the type of drawing used is detailed drawing, assembly drawing, freehand sketch, operation chart. For quick exchange of ideas among designer and technician, the type of drawing used is detailed drawing, assembly drawing, freehand sketch. Question നല്ലപോലെ വായിച്ചു നോക്കുക. അതിനുശേഷം വേണം ആൻസർ കറക്കിക്കുത്താനായിട്ട്. കറക്കിക്കുത്തലാണെന്ന് മനസ്സിലായി, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ക്വിക്ക് എക്സ്ചേഞ്ച് ആണ് ക്വസ്റ്റ്യൻ. നല്ലപോലെ നോക്കി. ക്വിക്ക് എക്സ്ചേഞ്ച്, പെട്ടെന്ന് നമുക്ക് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പൊ ഞാനൊരു വീട് വെക്കാൻ പോകും. ഓക്കെ, ഞാൻ ഒരു വീട് വെക്കാൻ പോകുമ്പോൾ എനിക്ക് എന്റെ വീടിന് ഇങ്ങനെ ഒരു എന്റെ വീട് ഇതാണെങ്കിൽ എനിക്ക് ഇവിടെ ഒരു മുറി വേണം, ഇവിടെ ഒരു മുറി വേണം, ഇങ്ങനല്ലേ നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കുന്നത് അല്ലെ? അല്ല ചുമ്മാ നമ്മൾ സ്കെയിലും പെൻസിലും ഒക്കെ എടുത്തോണ്ട് വന്ന് വരച്ച് കാണിച്ചു കൊടുക്കുക ഇല്ല. അപ്പോ ക്വിക്ക് എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ആണ്. അതുകൊണ്ട് നമ്മുടെ ഐഡിയാസ് പെട്ടെന്ന് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്, അതെ ചെറുക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഫ്രീ ഹാൻഡ് സ്കെച്ച് ആണ് അല്ലെ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ഫ്രീ ഹാൻഡ് സ്കെച്ച് ഇസ് കൺസിഡർഡ് ടു ബി ഗുഡ് വെൻ ഇറ്റ്സ് ഫീച്ചേഴ്സ് ആർ ഷോൺ ഇൻ കറക്റ്റ് ഡാഷ്. എന്തില് മീൻസ് വരയ്ക്കുമ്പോഴാണ് ഒരു ഫ്രീ ഹാൻഡ് സ്കെച്ച് നമുക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നത്? ഫ്രീ ഹാൻഡ് സ്കെച്ച് നമുക്ക് തോന്നിയ പോലെ വരയ്ക്കാം, പക്ഷെ അത് നമുക്ക് നല്ലപോലെ മീൻസ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് ക്വിക്ക് എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്. ഈ ഐഡിയ കറക്റ്റ് ആയിട്ട് നമുക്ക് ഒരാളിലേക്ക് ചെല്ലണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ വരയ്ക്കണം? A freehand sketch is considered to be good when its features are shown in correct proportions, paper, position, none of the above. അതായത് ഓപ്ഷൻസിന്റെ ഒക്കെ വലിയ വലിയ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലെ? ഫ്രീ ഹാൻഡ് സ്കെച്ച് വരയ്ക്കുമ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരേ പ്രൊപ്പോർഷൻസിലായിരിക്കണം കേട്ടോ, ഒരേ പ്രൊപ്പോർഷൻസിലായിരിക്കണം വരയ്ക്കുന്നത്. അല്ലാതെ ഇപ്പം ഇങ്ങനെ ഞാൻ ഒരു വീട് വരച്ചു, വീടിന്റെ പ്ലാൻ വരച്ചു, എന്നിട്ട് അതിലോട്ട് ഞാൻ എന്റെ മുറി ഇങ്ങനെ വരച്ചു വെച്ചു. ആണോ? ഇങ്ങനെയാണോ വരയ്ക്കേണ്ടത്? അല്ല, ഒരു വീടിന്റെ മൊത്തം വലിപ്പം ഇതാ വരയ്ക്കുന്നെങ്കിൽ അതനുസരിച്ചിട്ട് ചെറുതാക്കി വേണം നമ്മൾ ഓരോ മുറിയും വരച്ച് കാണിക്കാൻ പറ്റും. അപ്പോഴും കാണുന്നവർക്ക് മനസ്സിലാവും. അപ്പൊ ഒരേ പ്രൊപ്പോർഷൻസ് അല്ലെങ്കിൽ നല്ല പ്രൊപ്പോർഷൻസിൽ, ഗുഡ് പ്രൊപ്പോർഷൻസിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പൊ നിങ്ങൾ ഓർക്കുക, ഇതെല്ലാം നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഒന്നും ഒരുപാട് പഴക്കമുള്ള ക്വസ്റ്റ്യൻ അല്ല, എല്ലാം റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇൻ ഫ്രീ ഹാൻഡ് സ്കെച്ചിങ് ഹൊറിസോണ്ടൽ ലൈൻസ് ആർ ഡ്രോൺ ഫ്രം. ഹൊറിസോണ്ടൽ ലൈൻസ് നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്? നിങ്ങൾ തന്നെ ഒരു പേന എടുത്തൊന്ന് വരച്ചു നോക്കിയേ. നിങ്ങൾ എങ്ങനെ വരയ്ക്കുന്നത്? നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എങ്ങനെ വരയ്ക്കുന്ന ഒരു ഹൊറിസോണ്ടൽ ലൈൻ? ലെഫ്റ്റ് ടു റൈറ്റ്, ടോപ്പ് ടു ബോട്ടം, റൈറ്റ് ടു ലെഫ്റ്റ്, ബോട്ടം ടു ടോപ്പ്. ഓക്കെ, കറക്റ്റ് ആണ്. ലെഫ്റ്റ് ടു റൈറ്റ് ആണ് അല്ലെ? നമ്മളിത് ഇങ്ങനെ, ഞാനൊരു പേന എടുത്തു, ഇങ്ങനെ വരയ്ക്കുന്നത്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്. സോ ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. ഔട്ട്ലൈൻ ഓർ പ്രിൻസിപ്പൽ ലൈൻസ് ആർ ഡ്രോൺ ആസ്. ഔട്ട്ലൈൻ, പ്രിൻസിപ്പൽ ലൈൻസ് എന്ന് കാണുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഔട്ട്ലൈൻ എന്ന് കാണുമ്പോൾ നമുക്കറിയാലോ അല്ലെ? ഫർസാന എന്താണ് ഹാൻഡ് റൈസ് ചെയ്തേ? അബദ്ധം പറ്റിയതാണോ? ഓക്കെ, ഔട്ട്ലൈൻ ഓർ പ്രിൻസിപ്പൽ ലൈൻസ് ആർ ഡ്രോൺ ആസ് ലോങ് ആൻഡ് ചെയിൻ തിൻ ലൈൻസ്, thick continuous line, thin continuous line, dashed lines of medium thickness. ഓക്കെ, ലൈൻസ് മസ്റ്റ് ആയിട്ട് നോക്കിയിട്ട് പോവുക. ഒരു ക്വസ്റ്റ്യൻ എന്തായാലും അതിൽ നിന്ന് കാണും കേട്ടോ. ഓക്കെ, കുറച്ച് പേരൊക്കെ തെറ്റിച്ചിട്ടുണ്ട്, പക്ഷെ ശരിയാക്കിയവരും ഉണ്ട്. ഇതാണ് നമ്മുടെ കേട്ടോ, കുറെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പം ലൈൻസ് ഇത്രയും ലൈനുകൾ മാത്രമല്ല കേട്ടോ, ഇനിയും ഉണ്ട്. പക്ഷെ ഇതാണ് മെയിൻ ആയിട്ട് നമ്മുടെ എക്സാമ്പിൾക്ക് വരാറുള്ളത്. ഏതൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന് കണ്ടിന്യൂസ് തിക്ക് വരാറുണ്ട്, കണ്ടിന്യൂസ് തിൻ വരാറുണ്ട്, പിന്നെ വരുന്നത് ഇത്, പിന്നെ ഇത് വരാറുണ്ട്. ഓക്കെ, ഇത് 4എണ്ണമാണ് മെയിൻ ആയിട്ട് എപ്പോഴും വരുന്നത് കേട്ടോ. അപ്പൊ കണ്ടിന്യൂസ് തിക്കായിട്ട് വരയ്ക്കുന്നത് എപ്പോഴും വിസിബിൾ ആയിട്ടുള്ള സംഭവമാണ്, നല്ല പോലെ കാണാൻ പറ്റുന്നതെന്ന് വിചാരിച്ചാൽ കേട്ടോ. അപ്പൊ വിസിബിൾ എന്ന് വരുന്ന സംഭവങ്ങളെല്ലാം, അതുപോലെ തന്നെ വിസിബിൾ ഔട്ട്ലൈൻസ്, വിസിബിൾ എഡ്ജസ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഔട്ട്ലൈൻസ് വരയ്ക്കുക. ഓക്കെ, ഔട്ട്ലൈൻസ് അല്ലേ നമ്മൾ എപ്പോഴും അല്ലെ, ഒരു പേപ്പർ എടുത്ത് നമ്മൾ ആദ്യം ഔട്ട്ലൈൻ, മാർജിൻ, ഇതൊക്കെയാണ് വരയ്ക്കുന്നത്. കണ്ടിന്യൂസ് തിക്ക്, കണ്ടിന്യൂസ് തിൻ, ബാക്കി എല്ലാ ലൈൻസും, ഡയമെൻഷൻ ലൈൻ, പ്രൊജക്ഷൻ ലൈൻ, എക്സ്റ്റൻഷൻ ലൈൻ, ലീഡർ ലൈൻ, ഹാച്ച് ഒക്കെ ഓർക്കണേ, ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നേ ഹാച്ച് കേട്ടോ. പിന്നെ കണ്ടിന്യൂസ് തിൻ, സിക്സ് ആഗ്, അതും ഓർത്തിരിക്കുക. പിന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഡാഷ്ഡ് തിക്ക് ഉണ്ട്, ഡാഷ്ഡ് തിന്നും ഉണ്ട്. ഡാഷ്ഡ് തിക്ക് ആണെങ്കിൽ ഹിഡൻ എഡ്ജസ്, ഡാഷ്ഡ് തിൻ ആണെങ്കിൽ ഹിഡൻ ഔട്ട്ലൈൻസ്. ഓക്കെ, ആ ഒരു രീതിയിൽ എന്നുവെച്ചാൽ രണ്ടും നമ്മൾ ഏതെങ്കിലും ഒന്നേ ചോദിക്കുകയുള്ളൂ, ആ രീതിയിൽ പഠിക്കും. അടുത്തത് ചെയിൻ തിൻ ലൈൻ. ചെയിൻ തിൻ ലൈനും എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സെന്റർ ലൈൻ, അത് ലൈൻ ഓഫ് സിമെട്രി, ട്രജക്ടറി അങ്ങനെ ചോദിച്ചു കണ്ടില്ല, പക്ഷെ ഇത് രണ്ടും എപ്പോഴും വരുന്നതാണ്.
ചേഞ്ച് ഇൻ ലൈൻ. ഓക്കെ, ബാക്കിയും കൂടെ പഠിച്ചു വയ്ക്കുക. അപ്പൊ നമ്മുടെ ആൻസർ ഏത് വരും? കണ്ടിന്യൂസ് തിക്ക് ലൈൻ കൊണ്ടാണ് ഔട്ട്ലൈൻസിനെ നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഡയമെൻഷൻ ലൈൻസ്, ഹാച്ചിങ് ആൻഡ് എക്സ്റ്റൻഷൻ ലൈൻസ് ആർ ഡ്രോൺ ആസ്. ഇപ്പൊ നമ്മൾ കണ്ടതാണ് അല്ലെ, ഡയമെൻഷൻ ലൈനും ഹാച്ചും എക്സ്റ്റൻഷൻ ലൈനും എല്ലാം വരയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഏത് ലൈനാണ്? തിൻ കണ്ടിന്യൂസ് ലൈൻ, തിക്ക് കണ്ടിന്യൂസ് ലൈൻ, സിക്സാക് ലൈൻ, ലോങ് ആൻഡ് തിൻ ചെയിൻ ലൈൻസ്. അതെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് തിൻ കണ്ടിന്യൂസ് ലൈൻ ആണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ലൈൻ ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ആക്സിസ് ഓഫ് സിലിണ്ടറിക്കൽ ആൻഡ് സ്ഫെറിക്കൽ ഒബ്ജെക്ട്? Which line is used to indicate axis of cylindrical and spherical object? Cylindrical and spherical objects in the axis. Cylindrical and spherical ഒക്കെ കളഞ്ഞേക്കുക. ഏത് ഒബ്ജക്റ്റ് ആയാലും ആക്സസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലൈൻ ഏത് ടൈപ്പ് ആണ്? സെന്റർ ലൈൻ, ബോർഡർ ലൈൻ, ഹിഡൻ ലൈൻ, ചെയിൻ ഇൻ ലൈൻ. ഓക്കെ, എല്ലാവരും കറക്റ്റ് ആണ് കമന്റ് ചെയ്തേക്കുന്നത്. സെന്റർ ലൈൻ ആണ് അല്ലെ. സെന്റർ ലൈൻ ആണ് നമ്മൾ ആക്സസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഉണ്ട് കേട്ടോ സെന്റർ ലൈൻ. ഓക്കെ, ലൈൻ ഓഫ് സിമെട്രി, ആക്സിസ്, ഇതൊക്കെ സെന്റർ ലൈൻ എന്ന് വെച്ചാൽ എന്താണ്? ആക്സിസ് തന്നെയാണ് അല്ലെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ലൈൻസ് വിച്ച് ആർ വിത്ത് സെയിം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ആൻഡ് ദേ ഡു നോട്ട് മീറ്റ് വെൻ എക്സ്റ്റെൻഡഡ് ആർ കോൾഡ് ആസ്. നല്ലപോലെ ക്വസ്റ്റ്യൻ വായിക്കുക. ലൈൻസ് വിച്ച് ആർ വിത്ത് സെയിം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം, അതായത് അവ തമ്മിൽ രണ്ട് ലൈൻസ് ഉണ്ട് അല്ലെങ്കിൽ ലൈനുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. അവ തമ്മിൽ എപ്പോഴും സെയിം ഡിസ്റ്റൻസ് വിത്ത് ഈച്ച് അതർ ആണ്, പക്ഷെ അവ ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ ലൈനുകളെ വിളിക്കുന്ന പേരെന്താ? സ്ട്രെയിറ്റ് ലൈൻസ്, പാരലൽ ലൈൻ. അപ്പം ഒരു ക്വസ്റ്റ്യൻ, ഇപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ വായിച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. പക്ഷെ നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മൾ തനിയെ വായിച്ച് തനിയെ മനസ്സിലാക്കണം അല്ലെ. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ആൻസർ എല്ലാവരും കമന്റ് ചെയ്തിരിക്കുന്ന കറക്റ്റ് ആൻസർ ആണ് പാരലൽ ലൈൻ ആണ് അല്ലെ. അതായത് ഒരു ലൈൻ ഉണ്ട്, അതിന് സമീപമായിട്ട് വേറൊരു ലൈൻ ഉണ്ട്, ഒരേ ഡിസ്റ്റൻസ്, ഏത് പോയിന്റ് എടുത്താലും ഒരേ ഡിസ്റ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ അവ ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല അല്ലെ. അപ്പൊ ആ ലൈൻസ് ആണ് പാരലൽ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഡയഗ്രം ബിലോ ഷോസ് എ കറക്റ്റ് ജോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ ഓഫ് ബൈസെക്ടിങ് ആൻ ആംഗിൾ? ഇതൊക്കെ നമ്മുടെ എക്സാമിന് ചോദിച്ചാണ്, ഫിഗർ ഒക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. വിച്ച് ഡയഗ്രം ബിലോ ഷോസ് എ കറക്റ്റ് ജോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ ഓഫ് ബൈസെക്ടിങ് ആൻ ആംഗിൾ? ഒരു ആംഗിളിനെ ബൈസെക്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഏതാ തോന്നുന്നത്? നമ്മൾ പണ്ട് മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഓക്കെ, ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ആണ്. മറ്റുള്ളവർ കൂടെ കമന്റ് ചെയ്തേ, നല്ലപോലെ നോക്കിയിട്ട് സമാധാനത്തെ കമന്റ് ചെയ്താൽ മതി. ഓക്കെ, കറക്റ്റ് ആൻസർ ഡി ആണ്, ബൈസെക്ട് ചെയ്യുന്നത് അല്ലെ. ഇതും അതുപോലെ തന്നെ, പക്ഷെ ബൈസെക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്ത് വേണം? രണ്ട് ആർക്ക് കട്ട് ചെയ്യണം അല്ലെ. ഇവിടെ ഒരു ആർക്കേ ഉള്ളൂ, ഇവിടെ രണ്ട് ആർക്ക്. സോ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ ആൻഡ് ഫോർ ആംഗിൾസ് ആർ റൈറ്റ് ആംഗിൾ. അങ്ങനെയുള്ള ഷേപ്പിനെ വിളിക്കുന്ന പേരെന്താ? ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കുക, ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ലത് കേട്ടോ. ട്രപ്പീസിയം, ട്രയാങ്കിൾ, പാരലോഗ്രാം, റെക്ടാങ്കിൾ. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചേ മനസ്സിലാവും. ടു ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ, രണ്ട് ഓപ്പോസിറ്റ് സൈഡുകളും ഈക്വൽ ആണ് ആൻഡ് പാരലൽ ആണ് കേട്ടോ. ഈക്വലും പാരലും ആണെന്നുണ്ട്. ആൻഡ് ഫോർ ആംഗിൾസ് ആർ സ്ട്രൈറ്റ് റൈറ്റ് ആംഗിൾസ്. അങ്ങനെ ആണെങ്കിൽ അപ്പൊ നമ്മുടെ പ്രശ്നം ഇതാണ്, നമുക്കറിയാം. പക്ഷെ പെട്ടെന്ന് കാണുന്നതിന്റെ ഒരു ഇതിൽ നമ്മൾ ആദ്യം കയറി അങ്ങ് തറപ്പിച്ചു വെക്കും കേട്ടോ. അത് ഉണ്ടാവാൻ പാടില്ല. എല്ലാവരും ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഒരു എക്സാമിന് പഠിച്ചുകൊണ്ട് പോകുന്ന ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്. അപ്പൊ ആ സബ്ജക്റ്റിന്റെ എവിടെ നിന്നൊക്കെയാ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല. 100 ക്വസ്റ്റ്യനേ ഉള്ളൂ, പക്ഷെ ആ 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ നമ്മൾ എന്തുമാത്രം പഠിച്ചിട്ടാവുന്നത് അല്ലെ. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരും. കൺഫ്യൂഷൻ ഉള്ളതൊക്കെ ഇവിടെ നിർത്തിയേക്കുക. അടുത്തടുത്ത ക്വസ്റ്റ്യൻസ് ഉറപ്പുള്ളത് മാത്രം ഫസ്റ്റ് റൗണ്ടിൽ തർപ്പിക്കാറുള്ളൂ. സെക്കൻഡ് റൗണ്ടിൽ വരുമ്പോൾ നമ്മൾ ടെൻഷൻ ഫ്രീ ആവും. അപ്പോഴും വേണം കുറച്ചും കൂടെ നമ്മൾ സീരിയസ് ആയിട്ട് കുറച്ചും കൂടി എണ്ണം കൂട്ടി തർപ്പിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ നമ്മൾ പഠിക്കല് മാത്രമല്ല, പരീക്ഷ എങ്ങനെ നമ്മൾ ഫേസ് ചെയ്യണം എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കും. ഓക്കെ ഓക്കെ, റെക്ടാങ്കിൾ കറക്റ്റ് ആൻസർ ആണ്, റെക്ടാങ്കിൾ ആണ് അല്ലെ. ഓപ്പോസിറ്റ് സൈഡുകൾ പരസ്പരം പാരലൽ ആണ്, ഈക്വൽ ആണ്. ആൻഡ് ഫോർ ആംഗിൾസ്, അത് പോട്ടെ. ഇപ്പം ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാനൊക്കത്തില്ല. പക്ഷെ പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് മനസ്സിലായി. ആൻഡ് ഫോർ ആംഗിൾസ് റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായാലും എന്താണ്? സ്ക്വയറോ റെക്ടാങ്കിളോ ആയിരിക്കും അല്ലെ. ട്രപ്പീസിയം ആണെങ്കിൽ അത് ഇങ്ങനെ വരും അല്ലെ, ഇങ്ങനെ വരും. പിന്നെ ട്രയാങ്കിൾ അറിയാലോ. പാരലോഗ്രാം ആണെങ്കിലോ ഇങ്ങനെ വരുന്നത് അല്ലെ. ഇതും പരസ്പരം പാരലൽ അല്ലെ, മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതും പരസ്പരം പാരലൽ ആൻഡ് ഈക്വൽ ആവാം, പക്ഷേ റൈറ്റ് ആംഗിൾ ആണെന്നും കൂടെ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് അത് റെക്ടാങ്കിൾ
അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് എ ലൈൻ ഇന്റർസെക്ട് എ സർക്കിൾ അറ്റ് 2 points and does not pass through the center, the line segment inside the circle is referred as. Question. ക്വസ്റ്റ്യൻ ഞാൻ ഒരു വട്ടേ വായിക്കുന്നുള്ളൂ, നിങ്ങൾ തന്നെ വായിച്ച് മനസ്സിലാക്കണം. കോഡ്, ക്വാഡ്രന്റ്, സെഗ്മെന്റ്, റേഡിയൽ. If a line intersects a circle at 2 points and does not pass through the center, the line segment inside the circle is referred as. നമുക്കൊരു സർക്കിൾ ഉണ്ട്, സർക്കിളിന് ഒരു സെന്ററും ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നല്ലപോലെ വായിക്കണമെന്ന് കേട്ടോ. കറക്റ്റ് ആക്കിയവരുണ്ട്, തെറ്റിച്ചവരുണ്ട്. ലൈൻ സെഗ്മെന്റ് ആണ് ക്വസ്റ്റ്യൻ. ലൈൻ, ഒരു ലൈൻ സർക്കിളിന്റെ ഏതോ 2 പോയിന്റ്, ഞാൻ നേരെ ഒന്നും വരയ്ക്കുന്നില്ല, തെറ്റേ വരയ്ക്കുന്നുള്ളൂ. ഏതോ 2 പോയിന്റിൽ കൂടെ കണക്ട് ചെയ്ത് വരയ്ക്കും അല്ലെ, ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡസ് നോട്ട് പാസ് ത്രൂ ദ സെന്റർ, സെന്ററിലൂടെ അല്ല പാസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കിട്ടിയ ആളാരാ? ഇയാളിനെ വിളിക്കുന്ന പേര് സെഗ്മെന്റ് എന്നാ. അപ്പൊ എല്ലാവരും സെഗ്മെന്റ് അങ്ങ് കത്തിച്ചു വെക്കും. തെറ്റാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ലൈൻ സെഗ്മെന്റ് ഇൻസൈഡ് ദ സർക്കിൾ. ആ സർക്കിളിന്റെ അകത്ത് വന്ന ആ ലൈൻ സെഗ്മെന്റിനെ വിളിക്കുന്ന പേരെന്താണ് കേട്ടോ. ആ പരീക്ഷയ്ക്ക് എല്ലാവരും ഓൾമോസ്റ്റ് കുറെ പേര് തെറ്റിച്ചൊരു ക്വസ്റ്റ്യൻ ആണത് കേട്ടോ. ഇതല്ല, സർക്കിളിന്റെ ആ ഒരു പാർട്ടിനെ അല്ല നമ്മൾ വിളിക്കേണ്ടത്, ലൈൻ സെഗ്മെന്റ് ഇൻസൈഡ് ദ സർക്കിളിനെ വിളിക്കുന്ന പേരെന്താ? കോഡാണ് ആൻസർ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി ഫോർമുല ഫോർ ഫൈൻഡിങ് ഇന്റീരിയർ ആംഗിൾ ഓഫ് എ പോളിഗൺ? കണ്ണു അടച്ച് തറപ്പിച്ച് വെക്കരുത്, ക്വസ്റ്റ്യൻ നല്ലപോലെ വായിച്ചു നോക്കുക. വാട്ട് ഈസ് ദി ഫോർമുല ഫോർ ഫൈൻഡിങ് ഇന്റീരിയർ ആംഗിൾ ഓഫ് എ പോളിഗൺ? ഒരു പോളിഗണിന്റെ ഇന്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? n-2 × 180/n, 2n - 4 × 90, 2 - n × 90/n, 2n - 2 × 180/n. കണ്ണുമടച്ച് തറപ്പിക്കരുതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കേട്ടോ. എല്ലാവരും കണ്ണുമടച്ച് തറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ എന്താണെന്ന് നല്ലപോലെ വായിച്ചു നോക്കിയേ. ടു n - 4 × 90 ഡിഗ്രി അല്ല. ക്വസ്റ്റ്യൻ ഫൈൻഡിങ് ദ ഇന്റീരിയർ ആംഗിൾ ആണ്. ഇന്റീരിയർ ആംഗിൾ, ഇന്റീരിയർ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിന്റെ ഇക്വേഷനാ സം ഓഫ് ഇന്റീരിയർ ആംഗിളിന്റെ ഇക്വേഷനാ. മനസ്സിലാവുന്നുണ്ടോ വ്യത്യാസം എന്താണ്? സം ഓഫ് ഇന്റീരിയർ ആംഗിൾ, ഇന്റീരിയർ ആംഗിളിന്റെ ആകെ തുകയാണ് 2n - 4 × 90 ഡിഗ്രി, അല്ലെങ്കിൽ n - 2 × 180 ഡിഗ്രി. എക്സ്റ്റീരിയർ ആംഗിൾ അല്ലേ 2n + 4 വരുന്നത്. എക്സ്റ്റീരിയർ ആംഗിൾ ആണെങ്കിൽ, ഇന്റീരിയർ ആണെങ്കിൽ മൈനസ് കേട്ടോ. ഓക്കെ, n - 2 × 180 ഡിഗ്രി എന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം, ഇത് ഉപയോഗിക്കാം. എന്ത്? സം ആണെങ്കിൽ, സം ആണെങ്കിൽ കേട്ടോ. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ ഇന്റീരിയർ ആംഗിൾ മീൻസ് ഒരെണ്ണം. ക്ലിയർ ആവുന്നുണ്ടോ ക്വസ്റ്റ്യൻ? രാഹുൽ, മൻസൂർ, അല്ലു, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ബിനോയ്, സുജിത്ത് കേട്ടോ. എല്ലാരും തെറ്റിച്ചവരുടെ പേരല്ലേ ഞാൻ വിളിച്ചു പറഞ്ഞ, മീൻസ് എനിക്ക് റെസ്പോണ്ട് ചെയ്യുന്നവരുടെ പേരാണ് ഞാൻ വിളിച്ചത്. ഓക്കെ, ഇന്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് ഒറ്റ ഇന്റീരിയർ ആംഗിൾ ആണ് അവർ ഉദ്ദേശിച്ചത്. അപ്പൊ എന്ത് ചെയ്യണം? ടോട്ടൽ എത്ര ആണോ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ വശങ്ങൾ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ക്ലിയർ ആവുന്നുണ്ടല്ലോ എല്ലാവർക്കും അല്ലെ? അപ്പൊ എ ആണ് ഓപ്ഷൻ കറക്റ്റ്. ആ എക്സാമിന് ഇതും കുറെ പേര് തെറ്റിച്ചതാണ് കേട്ടോ. ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ ആയെങ്കിൽ ആയെന്നൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ സന്തോഷം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടൈപ്സ് ഓഫ് ലെറ്റേഴ്സ് യൂസ്ഡ് ഇൻ ഡ്രോയിങ് ആണ്. ഡ്രോയിങ്ങിൽ ഉപയോഗിക്കുന്ന ടൈപ്സ് ഓഫ് ലെറ്റേഴ്സ് ഏതാണ്? ഗോത്തിക്, റോമൻ, ഇറ്റാലിക്, ഓൾ ഓഫ് ദി എബോ. ഓക്കെ, കറക്റ്റ് ആൻസർ. എല്ലാം ഉപയോഗിക്കാം അല്ലെ? ഓൾ ഓഫ് ദി എബോ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ഡയമെൻഷൻ, dimensional values should be placed parallel to their dimension line and preferably near the middle. This method of dimensioning is known as. ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കാം. 2 ടൈപ്പ് ഡയമെൻഷനിങ് സിസ്റ്റം ആണ് ഉള്ളത്. ഒന്ന് യൂണി ഡയറക്ഷണൽ സിസ്റ്റം, രണ്ടാമത്തെ അലൈൻഡ് സിസ്റ്റം. എപ്പോഴും പഠിച്ചിട്ട് പോകണം. യൂണി ഡയറക്ഷണൽ പേര് കൊണ്ട് ഓർത്തിരിക്കുക. ഓക്കെ, അലൈൻഡ് സിസ്റ്റം. അപ്പോ എന്താണ് വ്യത്യാസം എന്ന് എപ്പോഴും മനസ്സിലാക്കിയിട്ട് വേണം പോകാനായിട്ട്. ആൻഡ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൂടെ നോക്കിക്കേ. In dimension, dimensional values should be placed parallel to their dimension line and preferably near the middle എന്നാണ് കേട്ടോ. അതാണ് നിങ്ങൾക്ക് കീവേഡ് കേട്ടോ, നിയർ ദ മിഡിൽ.
ദിസ് മെത്തേഡ് ഓഫ് ഡയമെൻഷനിങ് ഈസ് നോൺ ആസ് ഒരാൾ എ കമന്റ് ചെയ്തിട്ടുണ്ട്, ഒരാൾ ബി കമന്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഒരാൾ സി കമന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് സിസ്റ്റംസ് ആണുള്ളത്. ഒന്ന് അലൈൻഡ് സിസ്റ്റം, രണ്ടാമത്തെ യൂണിഡയറക്ഷണൽ സിസ്റ്റം. ഇത് രണ്ട് സെയിം ഫിഗർ തന്നെയാണ്, രണ്ട് രീതിയിൽ ഡയമെൻഷൻ ചെയ്തേക്കുക. നോക്കിയാൽ ഒന്ന് ഇതില് പാരലായിട്ട് തന്നെയാണ് അല്ലെ, ഡയമെൻഷൻ ലൈന് പാരലായിട്ട് തന്നെയാണ് ഇത് ഈ ഒരു സിസ്റ്റത്തിൽ. നോക്കിയേ, എല്ലാം ഡയമെൻഷൻ ലൈന് പാരലായിട്ട്, ഇത് പാരലൽ, ഇത് പാരലൽ, ഇത് പാരലൽ, ഡയമെൻഷൻ ലൈനിന് പാരലായിട്ട് ഡയമെൻഷൻ ചെയ്തിരിക്കുന്നു എന്നാണ് കേട്ടോ. അപ്പൊ സി വരത്തില്ല. സി മീൻസ് ഡയമെൻഷൻ ലൈൻസ് എങ്ങനെ, അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത് അല്ലെ, ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ, ഇതാ പറയുന്നത്. അതല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മുടെ ഡയമെൻഷണൽ വാല്യൂസ് എങ്ങനെ എഴുതിയിരിക്കുന്നു അതാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ഡയമെൻഷണൽ വാല്യൂസ് എങ്ങനെയാ, എല്ലാം ഡയമെൻഷൻ ലൈന് പാരലൽ ആയിട്ട്. ഇവിടെയോ പാരലൽ ആണോ? അല്ല, ഇത് പെർപെൻഡിക്കുലർ ആയിട്ട് എഴുതിയിരിക്കുന്നു. കണ്ടോ? അപ്പൊ ഇതെങ്ങനെയാ? ഇതെന്ന് വെച്ചാൽ നേരെ നേരെ മീൻസ് ബോട്ടത്തിൽ നിന്ന് വായിക്കുന്ന രീതിയിൽ എഴുതുന്നെങ്കിൽ യൂണിഡയറക്ഷണൽ സിസ്റ്റം, ബോട്ടത്തിൽ നിന്നോ അല്ലെങ്കിൽ എവിടുന്ന റൈറ്റിൽ നിന്നോ വായിക്കുന്ന രീതിയിൽ എഴുതി കഴിഞ്ഞാൽ ഇങ്ങോട്ട്, ഓക്കെ, അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക്, ഓക്കെ, അതായത് രണ്ട് ഡയറക്ഷനിൽ വായിക്കുന്ന രീതിയിൽ എഴുതി കഴിഞ്ഞാൽ അത് അലൈൻഡ് സിസ്റ്റം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഡയമെൻഷൻ ലൈനെ ബ്രേക്ക് ചെയ്തിട്ടാണ് എഴുതുന്നതെങ്കിൽ യൂണിഡയറക്ഷണൽ സിസ്റ്റം, ജസ്റ്റ് അതിനോട് ചേർത്ത് നിയർ ബൈ ആയിട്ടാണ് എഴുതുന്നതെങ്കിൽ അലൈൻഡ് സിസ്റ്റം. ഈ രണ്ട് കാര്യങ്ങൾ ഓർക്കണം. ഒന്ന്, ഡയമെൻഷൻ നമ്പേഴ്സ്, ഡയമെൻഷണൽ വാല്യൂസ് പാരലൽ ആണെങ്കിൽ, എല്ലാം പാരലൽ ആണെങ്കിൽ അലൈൻഡ് സിസ്റ്റം. ഓക്കെ, അതുപോലെ തന്നെ ഒറ്റ ഡയറക്ഷനിൽ മാത്രം എഴുതുന്നതാണ് യൂണി ഡയറക്ഷണൽ സിസ്റ്റം. അത് ഡയമെൻഷൻ ലൈനെ ബ്രേക്ക് ചെയ്യുന്നു. ഈ 25 സെന്ററിലായിരുന്നു, ബ്രേക്ക് ചെയ്ത് എഴുതുന്നത് യൂണി ഡയറക്ഷണൽ സിസ്റ്റം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ ആൻസർ വരുന്നത് ബി ആണ്. അലൈൻഡ് സിസ്റ്റം ഓഫ് ഡയമെൻഷനിങ് ആണ്. പാരലൽ ആയിട്ട് എല്ലാ വാല്യൂസും പാരലൽ ആയിട്ട് വരുന്നത് അലൈൻഡ് സിസ്റ്റം ഓഫ് ഡയമെൻഷനിങ്ങിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ ഒബ്ജക്ട് സീൻ ബൈ എ ഹ്യൂമൻ ഐ ഈസ്. നമ്മൾ കാണുന്ന ഓരോ ഒബ്ജക്റ്റുകളും നമ്മുടെ സീനറി ഏത് ടൈപ്പ് വ്യൂ ആണ്? ആക്സോണോമെട്രിക് വ്യൂ, പെർസ്പെക്റ്റീവ് വ്യൂ, ഐസോമെട്രിക് വ്യൂ, ഓർത്തോഗ്രാഫിക് വ്യൂ. എന്താണ് എല്ലാവരും ഓർത്തോഗ്രാഫിക് വ്യൂ പറയാൻ കാര്യമുണ്ടോ? നോക്കിയാൽ നമ്മൾ ഇങ്ങനല്ലേ കാണുന്നത്, നമ്മളെ കണ്ണുകൊണ്ട് നേക്കഡ് ഐ ഉപയോഗിച്ചിട്ട് കാണുന്നത് 3D വ്യൂ. ഓക്കെ, 3D ആയിക്കോട്ടെ, 3D ആയിക്കോട്ടെ, 2D ആയിക്കോട്ടെ, നമുക്ക് 3D വ്യൂ അങ്ങനത്തെ ഓപ്ഷൻ ഇല്ലല്ലോ ഇത്. ഓക്കെ, നോക്കിയാൽ നമ്മൾ ഇങ്ങനല്ലേ കാണുന്നത്, റെയിൽവേ ട്രാക്ക് ഇങ്ങനെ കാണുന്നത്, ഒരു റൂം ഇങ്ങനെ കാണുന്നത്, മരങ്ങൾ അല്ലെ, നമ്മൾ സിനിമയിലൊക്കെ കാണാറുണ്ട് മരങ്ങൾ, മരങ്ങൾ ഇങ്ങനെ 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 പോകുന്നത് അല്ലെ, ഒരു വഴിയാണെങ്കിൽ ഇങ്ങനെ പോകുന്നത് അല്ലെ. ഇത് ഏത് ടൈപ്പ് വ്യൂ ആയത്? കമന്റ് ചെയ്ത് തെറ്റിച്ചവർക്ക് മനസ്സിലായി കാണുമല്ലോ ഏത് ടൈപ്പ് വ്യൂ ആണിത്. അതെ, പെർസ്പെക്റ്റീവ് വ്യൂ ആണ്. പെർസ്പെക്റ്റീവ് വ്യൂ അല്ലെ, ഒരു പോയിന്റിലേക്ക് അല്ലെ, ആ ഒരു പോയിന്റിലേക്ക് പോയിന്റ് ചെയ്യുന്ന ടൈപ്പ് വ്യൂ ആണ് പെർസ്പെക്റ്റീവ്. നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് അല്ലെ, നമുക്ക് അടുത്തുള്ളത് വലുതാക്കി കാണും, ദൂരെയുള്ളത് ചെറുതായി ചെറുതായി പോകുന്ന പോലെ കാണും അല്ലെ. അപ്പൊ അത് പെർസ്പെക്റ്റീവ് വ്യൂ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ആംഗിൾസ് ദാറ്റ് ഐസോമെട്രിക് ലൈൻസ് മേക്ക് വിത്ത് ഈച്ച് അതർ ഈസ്. നല്ലപോലെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ ചെയ്യുക. 120 ഡിഗ്രി, 30 ഡിഗ്രി, 90 ഡിഗ്രി, 60 ഡിഗ്രി. The angles that isometric lines make with each other is. ഓക്കെ, എല്ലാവരും കമന്റ് ചെയ്യണേ. കമന്റ് ചെയ്തത് കറക്റ്റ് ആണ്, എല്ലാവരും കമന്റ് ചെയ്യണം. രണ്ട് ടൈപ്പ് ആംഗിൾസ് ആണ് ഐസോമെട്രിക് പ്രൊജക്ഷനിൽ വരുന്നത്. ഒന്ന് 120 ഡിഗ്രി, ഒന്ന് 30 ഡിഗ്രി. അത് രണ്ടും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്നുള്ളത് പഠിച്ചു വെക്കാം. ഇതാണ് ഐസോമെട്രിക് ഡ്രോയിങ്. ഓക്കെ, എല്ലാവരും കമന്റ് ചെയ്ത കറക്റ്റ് ആണ്. ഐസോമെട്രിക് ലൈനുകൾ തമ്മിൽ ഉള്ള ആംഗിൾ 120 ഡിഗ്രി. പക്ഷേ ഓരോ ഐസോമെട്രിക് ലൈനും ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്നത്. വിത്ത് ഹൊറിസോണ്ടൽ എന്നും ക്വസ്റ്റ്യനിൽ എടുത്ത് ചോദിച്ചാൽ 30 കേട്ടോ. ഈ ക്വസ്റ്റ്യനിൽ 30 ഡിഗ്രി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ലായിരുന്നു, ഞാനത് ആഡ് ചെയ്തതാണ് കേട്ടോ. ഇവിടെ 45 ഡിഗ്രി എന്നായിരുന്നു. അപ്പൊ കാണാൻ പെട്ടെന്ന് നമുക്ക് എഴുതാൻ പറ്റുമല്ലേ 120 ഡിഗ്രി. സോ 30 ഡിഗ്രിയും 120 ഡിഗ്രി എല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ ഓർക്കുക, ഐസോമെട്രിക് ലൈനുകൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വരുന്നത് ഐസോമെട്രിക് ആക്സസുകൾ പരസ്പരം മേക്ക് ചെയ്യുന്ന ആംഗിൾ 120 ഡിഗ്രി ആണ്.
30 ഡിഗ്രി വരുന്ന എങ്ങനെയാ? ഐസോമെട്രിക് ആക്സിസും ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് 30 ഡിഗ്രി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് പ്രൊജക്ഷൻ ദി ഒബ്ജക്ട് ഈസ് പുട്ട് ബിലോ ദി ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് ബിഹൈൻഡ് ദി വെർട്ടിക്കൽ പ്ലെയിൻ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതൊക്കെ കോമൺ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഏത് പ്രൊജക്ഷനിലാണ് ഫസ്റ്റ് ആംഗിൾ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഏതിലാണ് ഒബ്ജക്റ്റിനെ നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിന് താഴെയും വെർട്ടിക്കൽ പ്ലെയിനിൽ പിന്നിലുമായിട്ട് സെറ്റ്? തേർഡ് ആംഗിൾ, സെക്കൻഡ് ആംഗിൾ, ഫസ്റ്റ് ആംഗിൾ, ഫോർത്ത് ആംഗിൾ? ആരും കമന്റ് ചെയ്യുന്നില്ല, പെട്ടെന്നാവട്ടെ, വരച്ചു നോക്കുകയാണോ എല്ലാവരും? ഓക്കെ, കറക്റ്റ് ആണ് ആൻസർ കമന്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ഒരു ക്വാഡ്രന്റ് സിസ്റ്റം അല്ലെ? പ്രൊജക്ഷൻസിലെ ക്വാഡ്രന്റ് സിസ്റ്റം. ഇതിന്റെ ഫസ്റ്റ് ക്വാഡ്രന്റ് ഇത്, സെക്കൻഡ് ഇത്, തേർഡ് ഇത്, ഫോർത്ത് ഇത്. ഒരു കാര്യം ഓർക്കുക, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് നമ്മൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിലാണ് ഇങ്ങനെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇങ്ങനെ വരുന്നത് ആന്റി ക്ലോക്ക്വൈസ്. സർവേയിങ്ങില് കോർഡിനേറ്റ് സിസ്റ്റം വരുമ്പം 1, 2, 3, 4 എന്നാണ് കേട്ടോ. ഞാനിപ്പോ അത് പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യിക്കുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റ് ഇവിടെയാണ് ഒബ്ജക്ട് ഇരിക്കുന്നത്. വെർട്ടിക്കൽ പ്ലെയിന് മുന്നിലും ഹൊറിസോണ്ടൽ പ്ലെയിന് മുകളിലും. എബോ ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഇൻ ഫ്രണ്ട് ഓഫ് വെർട്ടിക്കൽ പ്ലെയിൻ. ഇവിടെ വരുമ്പോൾ വെർട്ടിക്കൽ പ്ലെയിന്റെ ബാക്കിലും ഹൊറിസോണ്ടൽ പ്ലെയിന് മുകളിലും. ഇവിടെ ആകുമ്പോഴോ രണ്ടും ഉള്ളിൽ അല്ലെ? ഇതിന് താഴെ, ഇതിന്റെ ബാക്കിൽ. ഓക്കെ, ഇവിടെ ആണെങ്കിലോ ഇതിന്റെ ഫ്രണ്ടില്, ഇതിന്റെ താഴെ. ഇതൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. അതൊക്കെ അറിയാൻ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. സോ ആൻസർ നമ്മുടെ വരുന്നത് എവിടെയാണ്? ബിലോ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് ബിഹൈൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ വരുന്നത് എവിടെയാ? തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ അല്ലെ? തേർഡ് ആംഗിൾ. സോ ആൻസർ വരുന്നത് എ ആണ്. ഒരാൾ മാത്രമേ കമന്റ് ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ളവർക്ക് അറിയത്തില്ലായിരുന്നു തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ സിംബൽ ഓഫ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ? ഇത് ഞാൻ ഓൾറെഡി ഒരു ഫിഗർ കാണിച്ചു, പക്ഷെ ഞാൻ അതൊന്നും പറഞ്ഞില്ല, കാരണം ക്വസ്റ്റ്യൻ വരുന്നതുകൊണ്ടാണ് ഒന്നും പറയാതിരുന്നത് കേട്ടോ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ സിംബൽ ഓഫ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ? ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷന്റെ സിംബൽ ഏതാണ്? ഓക്കെ, കറക്റ്റ് ആണ്. രണ്ടുപേര് കമന്റ് ചെയ്തിട്ടുള്ളൂ. സോ കറക്റ്റ് ആണ്, എ ആണ് ആൻസർ. കറക്റ്റ്. ഇത് ഫിഗർ അല്ലാതെ എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ക്വസ്റ്റ്യൻസ്. അതായത് ഇതെന്താ? ഫ്രസ്റ്റം ഓഫ് എ കോൺ അല്ലെ? ഫ്രസ്റ്റം ഓഫ് എ കോൺ നിൽക്കുവാണോ? അല്ല, കിടക്കുക. സോ ലൈൻ ഹൊറിസോണ്ടലി അങ്ങനെയും വന്നിട്ടുണ്ട്. ഫ്രസ്റ്റം ഓഫ് എ കോൺ ലൈൻ ഹൊറിസോണ്ടലി അങ്ങനെയും ഓപ്ഷൻസിൽ വന്നിട്ടുണ്ട്. അപ്പം എ ആണ് ആൻസർ വരുന്നത്. ഇതാണ് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ ഐസോമെട്രിക് പ്രൊജക്ഷൻ 3. In isometric projection, true length is converted into isometric length by multiplying it with. True length നെ isometric length ആക്കി മാറ്റണമെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? 0.75, 0.92, 0.82, 0.78. ഓക്കെ, ബാക്കിയുള്ളവരോട് കമന്റ് ചെയ്തേ. ഒരാൾ കമന്റ് ചെയ്തിട്ടുള്ളൂ, കറക്റ്റ് ആണ്. ട്രൂ ലെങ്തും ഐസോമെട്രിക് ലെങ്തും തമ്മിലുള്ള റേഷ്യോ ഇതൊക്കെ ചോദിക്കാം, തിരിച്ചും ചോദിക്കാം കേട്ടോ. ട്രൂ ലെങ്തിനെ ഐസോമെട്രിക് ലെങ്ത് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇതിലിപ്പോ ആകെപ്പാട് നമുക്ക് അറിയാവുന്ന ഒരേ ഒരു വാല്യൂ ഉള്ളൂ. ഓക്കെ ഓക്കെ രാഹുലെ. ഓക്കെ, നമ്മൾ റൗണ്ട് ചെയ്തിട്ടാ 0.8 എന്ന് പറയുന്നത് കേട്ടോ. റൗണ്ട് ചെയ്തിട്ട് പറയുന്ന വാല്യൂ ആണ്. കറക്റ്റ് വാല്യൂ ഇതാണ്ട് 0.81 ആണ്. 0.816449 ആണ്. ഇതിനെ റൗണ്ട് ചെയ്ത് 0.82 എന്ന് പറയുന്നത്. 82% കേട്ടോ. ഓക്കെ, അപ്പൊ ഐസോമെട്രിക് ലെങ്ത് ഇസ് ഓൾവേസ് ലെസ് ദാൻ ട്രൂ ലെങ്ത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം കേട്ടോ. ഐസോമെട്രിക് ലെങ്ത് കുറവാണ്, ട്രൂ ലെങ്ത് ആണ് കൂടുതൽ. റേഷ്യോ ഓഫ് ഐസോമെട്രിക് ലെങ്ത് ടു ട്രൂ ലെങ്ത് കോൾഡ് ഐസോമെട്രിക് സ്കെയിൽ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഐസോമെട്രിക് റേഷ്യോ എന്ന് വിളിക്കും. അത് നമ്മളുടെ റേഷ്യോ ഇസ് cos 45 ഡിഗ്രി ബൈ cos 30 എന്നും പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. √3 ബൈ √2 ബൈ √3 എന്ന് വന്നിട്ടുണ്ട്. ഇതും വന്നിട്ടുണ്ട് കേട്ടോ. തിരിച്ചുള്ള റേഷ്യോ എത്രയാണെന്ന് അറിയാവോ? ട്രൂ ലെങ്ത് ബൈ ഐസോമെട്രിക് ലെങ്ത്. ഒന്ന് കമന്റ് ചെയ്തേ. ട്രൂ ലെങ്ത് ബൈ ഐസോമെട്രിക് ലെങ്ത് അറിയാമെങ്കിൽ കമന്റ്. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് ആരോഗ്യം മിണ്ടാത്ത, അറിയത്തില്ലേ? ഓക്കെ, ട്രൂ ലെങ്ത് ബൈ ഐസോമെട്രിക് ലെങ്ത് ആണെങ്കിൽ 1.22 ആണ് കേട്ടോ. 1.22. അപ്പൊ ആൻസർ 0.82 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ഔട്ടർ ലൈൻ ഓഫ് ആൻ ഒബ്ജക്ട് ആർ ഡ്രോൺ യൂസിങ്. ഔട്ടർ ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഔട്ടർ ലൈൻ ഈസ് ആൻ ഇമ്പോർട്ടന്റ് ലൈൻ അല്ലെ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൈനാണ് ഔട്ടർ ലൈൻ. അപ്പൊ അത് നമ്മൾ പറഞ്ഞു തിക്ക് ആയിട്ടുള്ള കണ്ടിന്യൂസ് ലൈൻ ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് ഗ്രേഡ് ഓഫ് പെൻസിൽ ആണ് ഉപയോഗിക്കുന്നത്? 3H, HB, H, 2H. ഓക്കെ, ഒരാളെ കമന്റ് ചെയ്തിട്ടുള്ളൂ, കറക്റ്റ് ആണ്. ബാക്കിയുള്ളവർ പറഞ്ഞ് ഓക്കെ
ഔട്ടർ ലൈൻ ഇസ് ആൻ ഇമ്പോർട്ടന്റ് ലൈൻ അല്ലേ? അപ്പോ ഈ 3H, HB, H, 2H ഇതിൽ ഏറ്റവും തെളിച്ചം കൂടുതൽ ഏതിനാന്ന് പറഞ്ഞേ? 3H, H, 2H ഇതിൽ ഏതിനാ തെളിച്ചം കൂടുതൽ? HB അവിടെ നിൽക്കട്ടെ. തെളിച്ചം കൂടുതലുള്ളത് Hനാണ് കേട്ടോ. തെളിച്ചം കൂടുതലുള്ള വെച്ചിട്ടാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഔട്ട്ലൈൻ വരയ്ക്കുന്നത്. എപ്പോഴും ഓർക്കുക, അതന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. HB ഒരിക്കലും പറയരുത്. HB നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്രീ ഹാൻഡ് സ്കെച്ചിങ്ങിനാണ്. നമ്മൾ ഉപയോഗിക്കുന്ന പെൻസിൽ, നമ്മൾ പണ്ട് സ്കൂൾ തൊട്ടേ ഉപയോഗിക്കുന്ന പെൻസിലല്ല HB എന്നായിട്ട് വെച്ചിരിക്കുന്നത്. നമുക്ക് അന്നേരം അറിയത്തില്ല എന്ത് HB എന്നല്ലേ. അപ്പൊ ഫ്രീ ഹാൻഡ് സ്കെച്ചിങ് നമുക്ക് സാധാ എന്തെങ്കിലുമൊക്കെ എഴുതാനും വരയ്ക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന പെൻസിൽ HB ഗ്രേഡ്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് Hനെക്കാളിലും തെളിച്ചം കുറവാണ് 2H കേട്ടോ. Hന്റെ നമ്പർ കൂടുന്നതിനനുസരിച്ചിട്ട് മീൻസ് എന്ത് കുറയുന്നു? തെളിച്ചം കുറയുന്നു. ഓക്കെ, അപ്പോ H എന്ന് പറയുന്നത് 2Hനേക്കാളും തെളിച്ചം കൂടുതലാണ്. ഔട്ട്ലൈൻസ്, വിസിബിൾ ലൈൻസ്, ഫിനിഷിങ്, ഡയമെൻഷൻസ്. ഡയമെൻഷൻ ലൈൻ അല്ല, തെറ്റിക്കരുത്. ഡയമെൻഷൻ ലൈനേക്കാളിലും ഇമ്പോർട്ടൻസ് കൂടുതലാണ് അവിടെ ഇടുന്ന നമ്പറുകൾ കേട്ടോ, വാല്യൂസിന്. ദെൻ ലെറ്ററിങ്, ആരോസ്, ഇതിനൊക്കെയാണ് മെയിൻ ആയിട്ട്. ആരോസ് മീൻസ് നമ്മൾ ഡയമെൻഷൻ ലൈൻ വരയ്ക്കുന്നത് തെളിച്ചം കുറഞ്ഞു മതി, പക്ഷെ അറ്റത്ത് വരയ്ക്കുന്ന ആരോ കുറച്ചും കൂടെ കറുപ്പിച്ച് വേണം വരയ്ക്കാനായിട്ട്. ഓക്കെ, നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇതെല്ലാം പറഞ്ഞു തരാറുള്ളതാണ് കേട്ടോ. ലൈനേക്കാളിലും തെളിച്ചം കൂടുതൽ ആരോസിന് വേണം. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വരയ്ക്കാൻ വേണ്ടിയിട്ട് H ഉപയോഗിക്കും. അതിനേക്കാൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കുറവുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് 2H. ഇത് മൂന്നുമാണ് മെയിൻ ആയിട്ട് പഠിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കും. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് H ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ആക്സസ് യൂസ്ഡ് ടു ഷോ ഡെപ്ത് ഇൻ ഓട്ടോകാഡ്. ഓട്ടോകാഡിലെ ഡെപ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആക്സസ് ഏതാണ്? ഇത് ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ ഇൻക്ലൂഡ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. W ആക്സസ്, Y ആക്സസ്, X ആക്സസ്, Z ആക്സസ്. W എന്ന് പറയുന്നൊരു ആക്സസ് ഇല്ല കേട്ടോ. ഡെപ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആക്സസ് Y ആക്സസ് അല്ല, Z ആക്സസ് ആണ് കേട്ടോ. ഡെപ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആക്സസ് Z ആക്സസ്, ഓർക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ഓട്ടോകാഡ് ഒറിജിൻ ഓഫ് ഡ്രോയിങ് ഈസ്. ഡ്രോയിങ്ങിന്റെ ഒറിജിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? 11001001. എല്ലാരും കമന്റ് ചെയ്തേ. ഓക്കെ, കറക്റ്റ് ആണ്. 00. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, കറക്റ്റ് ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് കറക്റ്റ് ഇൻ ദ കേസ് ഓഫ് അലൈൻഡ് സിസ്റ്റം? ആർക്കും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വലിയ ഇഷ്ടമൊന്നും ഇല്ലാത്തതാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ അത് നോക്കണം കേട്ടോ. Which one of the following statement is not correct in the case of aligned system? അലൈൻഡ് സിസ്റ്റത്തിന്റെ പ്രത്യേകതകൾ ഞാൻ നേരത്തെ ഫിഗർ വെച്ചിട്ട് കാണിച്ചു തന്നെയാണ്. അതായത് നോക്കിയേ, അലൈൻഡ് സിസ്റ്റത്തിന്റെ മാത്രം ഫിഗർ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് പ്രത്യേകതകളെല്ലാം ഒന്ന് വായിച്ചു നോക്കിയതിനു ശേഷം ഒന്ന് പറഞ്ഞേ. ഒന്നാമത്തത് ഞാൻ വായിക്കാം, ശ്രദ്ധിക്കുക. ഡയമെൻഷൻ വാല്യൂ പ്ലേസ്ഡ് പെർപെൻഡിക്കുലർ ടു ഡയമെൻഷൻ ലൈൻ ആണോ? ആലോചിച്ച് നോക്കിയേ. അടുത്തത്, dimension line can be read only from the bottom edge of the drawing sheet. Dimension line can be read from the bottom edge or right hand edge of the drawing sheet. Dimension value should be placed near the middle and above, but clear the dimension line. ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്. ഒരാളെ കമന്റ് ചെയ്തിട്ടുള്ളൂ, ബി ആണ് അല്ലെ. ബോട്ടത്തിൽ നിന്ന് മാത്രമല്ല, ബോട്ടം ആൻഡ് റൈറ്റ് ഹാൻഡ് എഡ്ജിൽ നിന്നാണ് നമ്മൾ വരയ്ക്കാറുള്ളത്. സോ നോട്ട് കറക്റ്റ് ഇൻ ദ കേസ് ഓഫ് അലൈൻഡ് സിസ്റ്റം അതാണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് കമാൻഡ് ഈസ് യൂസ്ഡ് ടു എക്സിറ്റ് ഫ്രം ദി ഡ്രോയിങ് ഫയൽ ഇൻ ഓട്ടോകാഡ്? ഒരു 2-3 ക്വസ്റ്റ്യൻ കൂടി ഉള്ളു കേട്ടോ, പെട്ടെന്ന് നിർത്താം. വിച്ച് കമാൻഡ് ഈസ് യൂസ്ഡ് ടു എക്സിറ്റ് ഫ്രം എ ഡ്രോയിങ് ഫയൽ ഇൻ ഓട്ടോകാഡ്? ഓട്ടോകാഡിൽ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ കൺഫ്യൂസിംഗ് ആണെന്ന് അറിയാം. കാരണം എല്ലാ കമാൻഡുകളും അല്ലെ ഒരുപോലെ ഇരിക്കുന്ന കുറെ കമാൻഡുകൾ ഉണ്ട്. അപ്പൊ അതൊക്കെ വരുമ്പോൾ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. സോ ഡ്രോയിങ് ഫയലിൽ നിന്നും എക്സിറ്റ് ആവാൻ വേണ്ടിയിട്ട് ഏതാ ഉപയോഗിക്കുന്നത്? എക്സിറ്റ്, എസ്കേപ്പ്, ക്വിറ്റ്, അൺഡു. ഓക്കെ, ബാക്കിയുള്ളവരോട് കമന്റ് ചെയ്തേ. ഓക്കെ, 3 പേര് 3 ആൻസർ ആണ് പറഞ്ഞേക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ക്വിറ്റ് ആണ് കേട്ടോ. ഒരു ഡ്രോയിങ് ഫയലിൽ നിന്നും എക്സിറ്റ് ആവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡ് സി, ക്വിറ്റ് ആണ് കേട്ടോ.
ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഏരിയ ഓഫ് A0 പേപ്പർ ഈസ് നിയറസ്റ്റ്. A0 പേപ്പറിന്റെ ഏരിയ അപ്രോക്സിമേറ്റ്ലി എന്നല്ല നമ്മൾ പഠിക്കുന്നത്, കറക്റ്റ് അങ്ങനെ തന്നെ പഠിച്ചിരിക്കുന്നത് അല്ലെ. A0 ഡ്രോയിങ് ഷീറ്റിന്റെ A0 നമ്മുടെ സ്റ്റാർട്ടിംഗ് ആണ് A0. ഓക്കെ, അതിനെ തെറ്റിപ്പോയതാണ്. ഓക്കെ, A0 ഡ്രോയിങ് ഷീറ്റിന്റെ ഏരിയ എന്ന് പറയുന്നത് 1 മീറ്റർ സ്ക്വയർ. ഓക്കെ, കറക്റ്റ് ആൻസർ കേട്ടോ. A0 ആണെങ്കിൽ 1, A1 ആണെങ്കിൽ 1ന്റെ പകുതി, A2 ആണെങ്കിൽ വീണ്ടും അതിന്റെ പകുതി. ഓക്കെ, അറിയാലോ, ഓരോന്നും പകുതിയാണ് അല്ലെ. സോ 1 മീറ്റർ സ്ക്വയർ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് എ സ്ഫിയർ ഈസ്. ഒരു സ്ഫിയറിന്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഏതാണ്? എലിപ്സ്, സർക്കിള്, സെമി സർക്കിൾ, പരാബോള. സ്ഫിയറിന്റെതാണ്. ഏതാണ് ആൻസർ? എലിപ്സ്, സർക്കിള്, സെമി സർക്കിള്, പരാബോള. 4 എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇതാണ്. എലിപ്സിന്റെ ഐസോമെട്രിക് സോറി സ്ഫിയറിന്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും സർക്കിൾ ആയിരിക്കും കേട്ടോ. സർക്കിൾ ആണ് കേട്ടോ. സർക്കിൾ ഓർത്ത് വെക്കണം. സർക്കിൾ ആണ് സ്ഫിയറിന്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ. ഈസ് ഓൾവേസ് എ സർക്കിൾ വിത്ത് ഡയമീറ്റർ. ആ സ്ഫിയറിന് എത്രയാണോ ഡയമീറ്റർ അത് തന്നെയായിരിക്കും. ഓക്കെ, സർക്കിൾ ആണ്. സെമി സർക്കിൾ ഒന്നും ഒരിക്കലും വരത്തില്ല സ്ഫിയറിൻ്റെത് കേട്ടോ. സ്ഫിയറിൻ്റെത് സർക്കിൾ ആണ്, പരാബോള വരത്തില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കമാൻഡ് ഫോർ സേവിങ് കറണ്ട് ഡോക്യുമെന്റ് ഫയൽ. ഇപ്പൊ ഒരു ഫയൽ ഉണ്ട്, അതെനിക്ക് പെട്ടെന്ന് സേവ് ചെയ്യണമെങ്കിൽ ഞാൻ ഏത് മീൻസ് കമാൻഡ് യൂസ് ചെയ്യണം? Ctrl+C, Shift+S, Ctrl+S, Shift+C. ഓക്കെ, അതെല്ലാവർക്കും അറിയാം അല്ലെ, നമ്മളെല്ലാവരും ചെയ്യാറുള്ളതാണ്. ആൻസർ കറക്റ്റ് ആണ്, Ctrl+S ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് എ മോഡിഫൈങ് കമാൻഡ്. ബാക്കി കമാൻഡ് എന്താണെന്നും കൂടെ എനിക്ക് ടൈപ്പ് ചെയ്ത് കാണിക്കണം കേട്ടോ. ഇതിൽ മോഡിഫൈങ് കമാൻഡ് ഏതാണ്? ലൈന്, റൊട്ടേറ്റ്, ആർക്ക്, എക്സ്ലൈൻ. പെട്ടെന്ന് ചാടി കയറി ആൻസർ പറയരുത്, നല്ലപോലെ ആലോചിക്കുക കേട്ടോ. മോഡിഫൈങ് കമാൻഡ് ആണ്, മോഡിഫൈ ചെയ്യുന്ന കമാൻഡ്. ഓൾറെഡി വരച്ചു കഴിഞ്ഞതിനെ മോഡിഫൈ ആണ്. ഓക്കെ, സി പറഞ്ഞവരുണ്ട്, ഡി പറഞ്ഞവരുണ്ട്, ബി പറഞ്ഞവരുണ്ട്. ആർക്ക് ഒരു മോഡിഫൈങ് കമാൻഡ് ആണോ? അല്ല. ലൈൻ ഒരു മോഡിഫൈങ് കമാൻഡ് ആണോ? അല്ല. ഡ്രോയിങ് കമാൻഡ്സ് ആണ് കേട്ടോ, വരയ്ക്കാനുള്ള കമാൻഡുകളാണ്. ഓക്കെ, അപ്പൊ മനസ്സിലായോ? അപ്പൊ നമ്മൾ പെട്ടെന്ന് ചാടിക്കേറി ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് അടിക്കും. അതാണ് ഞാൻ പറഞ്ഞ സമയം എടുത്ത് മാത്രം. എന്തായാലും ഓവർസിയർ എക്സാമിന് നിങ്ങൾക്ക് അത്യാവശ്യം സമയം കിട്ടും കേട്ടോ. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് സമയം പോകുന്നു എന്ന് വിചാരിച്ചിട്ടൊന്ന് പെട്ടെന്നൊന്നും അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ സമാധാനമായിട്ട് ആദ്യമേ 100 ക്വസ്റ്റ്യൻ കണ്ടിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കൂടെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ബോറിംഗ് ആണെന്ന് തോന്നുന്നു, എന്നാലും ഒന്ന് ക്ഷമിച്ചിരിക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. നമുക്ക് 100 ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി ഉള്ളത്. ഈ 100 ക്വസ്റ്റ്യനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കണ്ടു. നമ്മൾ നല്ല അത്യാവശ്യം ഒരു 10-75% പഠിച്ചിട്ടുള്ള, അത്യാവശ്യം കോൺഫിഡൻസ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ പരീക്ഷയ്ക്ക് പോയിരിക്കുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് നല്ല ടെൻഷൻ കാണും. പഠിക്കാതെ പോയി കഴിഞ്ഞാൽ ഒരു ടെൻഷൻ ഇല്ലല്ലേ, പെട്ടെന്ന് നമ്മൾ എഴുതിത്തീരും, കിടന്നുറങ്ങും, അങ്ങനെയാ. പക്ഷെ പഠിച്ചിട്ട് പോകുന്ന ഒരാളാണെങ്കിൽ, ഫുള്ളല്ല എന്നാലും ഒരു പരിധി വരെ പഠിച്ചിട്ട് പോകുന്ന ഒരാൾക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പോൾ. നമ്മൾ ആദ്യം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എടുക്കും, അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും. ഓക്കെ, അത് പറയാം, ഒരു മിനിറ്റ്. ഓക്കെ, അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. അപ്പൊ നമുക്ക് ഷുവർ ആയിട്ടുള്ളത് മാത്രം 5 എണ്ണവേ ഉള്ളൂ. 100 എണ്ണത്തിൽ 5 ഉള്ളൂ ഷുവർ എന്ന് വിചാരിക്കുക. 5 മാത്രം കറപ്പിക്കുക. 100ാമത്തെ ക്വസ്റ്റ്യനും അറിയില്ല, വീണ്ടും നമ്മൾ ഒന്നേന്ന് വരിക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് അത്രയും ടെൻഷൻ മാറി. കാരണം 100 നമ്മൾ കണ്ടു കഴിഞ്ഞു, ഇനി അതിനേക്കാൾ വലുതൊന്നും വരാനില്ല എന്നുള്ളൊരു ബോധം വരും. നമ്മൾ കുറച്ച് ടെൻഷൻ ഫ്രീ ആവും. അപ്പൊ നമ്മൾ വീണ്ടും ആദ്യം തൊട്ട് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ തെളിച്ചം വരും നമ്മുടെ മൈൻഡിന്. ഓക്കെ, അപ്പൊ വീണ്ടും ഫസ്റ്റ് എന്ന് കറപ്പിക്കുക കേട്ടോ. അങ്ങനെ കറപ്പിക്കാനും കുറച്ചും കൂടെ കിട്ടും, മനസ്സിലായില്ല? പിന്നെ ഒരിക്കലും അടുത്തിരിക്കുന്നവരുടെ മീൻസ് ആ ഒരു OMR ഷീറ്റ് നോക്കാതിരിക്കുക. കാരണം അവര് നമ്മളെക്കാളിൽ പഠിക്കാതെ വന്നിരിക്കുന്നവരാണെന്ന് മാത്രം എപ്പോഴും മനസ്സിൽ വിചാരിക്കുക കേട്ടോ.
അങ്ങനെ വേണം പരീക്ഷ എഴുതാൻ. ആൻസർ വരുന്നത് റൊട്ടേറ്റ് ആണ്. ബിനോയ് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക റൊട്ടേറ്റ് എന്ന് നിർത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ മോഡിഫൈങ് കമാൻഡ് റൊട്ടേറ്റ് ആൻഡ് ഓക്കെ മിനിറ്റ്, ഒരു മിനിറ്റ്. ലൈന്, ആർക്ക്, എക്സ് ലൈൻ കേട്ടോ. ലൈന്, ആർക്ക്, എക്സ് ലൈൻ ഇതെല്ലാം നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാ അല്ലെ. നമ്മള് എന്താണ് മറ്റേ ഓട്ടോക്യാഡിന്റെ ഏരിയ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഡ്രോയിങ് ടൂൾസ് ആണ് ലൈൻ, ആർക്ക്, എക്സ് ലൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത് കേട്ടോ. റൊട്ടേറ്റ് ഒക്കെ മോഡിഫൈങ് കമാൻഡ് ആണ് വരുന്നത് കേട്ടോ. അപ്പൊ അത് എപ്പോഴും ഓർക്കുക, പെട്ടെന്ന് ചാടിക്കേറി ആൻസർ ചെയ്യാതിരിക്കുക. ഏത് എക്സാം ആണെങ്കിലും, ഇത് മാത്രമല്ല ഏത് എക്സാം ആണെങ്കിലും അങ്ങനെ ചെയ്യുക. നമുക്ക് നെഗറ്റീവ് അടിക്കാനുള്ള ചാൻസ് കുറയ്ക്കുക ആദ്യമേ. അപ്പൊ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല റാങ്ക് കിട്ടും കേട്ടോ. നെഗറ്റീവ് വരുമ്പോഴാണ് നമ്മുടെ മാർക്ക് എല്ലാം പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ എന്നാലും നമ്മൾ വീണ്ടും അതിനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണുള്ളത് കേട്ടോ.